അപ്പോൾ സഹാബാക്കൾ ചോദിക്കുകയാണ്, നബിയെ എന്തുകൊണ്ട്? എന്തേ നബിയേ ഇത് സംഭവിക്കാൻ കാരണം? ഇത്രയും നന്മ ചെയ്തു വരുന്ന ആളുകൾക്ക് ആ നന്മയൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമെന്താ? റസൂലുള്ളാഹിന്റെ മറുപടി, സഹാബത്ത് ചോദിച്ചപ്പോ അവർ നിസ്കരിച്ചല്ലോ, നോമ്പ് നോത്തല്ലോ, സക്കാത്ത് കൊടുത്തല്ലോ, സദഖ കൊടുത്തല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ മുത്തനബിന്റെ മറുപടി, സഹാബ അങ്ങനെയൊക്കെയാണെങ്കിലും ഗൈറ അന്നഹും എങ്കിലും അവർ കാനൂ അവരായിരുന്നു ഇദാ അറളഹും ശൈഉം മിനൽ ഹറാം വല്ല ഹറാമായ നിനക്ക് വല്ല സമ്പത്തും കിട്ടിക്കഴിഞ്ഞാൽ അഖദൂഹു അതിനവർ പിടികൂടുന്നവരായിരുന്നു. ഹറാമായ നിലക്ക് സമ്പത്ത് ശേഖരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവരുടെ സമ്പത്തും അവരുടെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എത്ര പാവങ്ങളെയാ പറ്റിച്ചു വാങ്ങിയത്? എത്ര പാവങ്ങളെ, എത്ര സാധുക്കളെയാ പറ്റിച്ചു വാങ്ങിയത്? എത്ര സാധുക്കളെ പറ്റിച്ചു, കരഞ്ഞു പറഞ്ഞു പറ്റിച്ചു വാങ്ങിയില്ലേ? എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്? ഇങ്ങനെ ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ 4 ലക്ഷം ആളുകൾക്ക് ജോലി കിട്ടും. 4 ലക്ഷം ആളുകൾക്ക് ജോലി കിട്ടും. പിന്നെയോ ഭാവിയിൽ നമ്മളൊക്കെ സ്കൂൾ പോയി, നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ പോയി പരീക്ഷ എഴുതുമ്പോ ആ പരീക്ഷയിൽ ചോദ്യം വരുമത്രേ, താജ്മഹൽ ആരാണ് ഉണ്ടാക്കിയതുള്ള ചോദ്യം പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയ ആൾ ആരാണെന്നുള്ള ചോദ്യം വരുമ്പോ അതിന് മറുപടി SKSFകാരൊക്കെ എഴുതേണ്ടി വരും, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. എന്തൊക്കെ പറഞ്ഞു പറ്റിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. കേൾക്കും നിങ്ങൾ ഒരു സഖാഫി പ്രസംഗിക്കുന്നത്? അങ്ങനെ എതിർക്കാൻ തുടങ്ങി. മാത്രല്ല കൂട്ടരെ, ഈ പള്ളി ഉയർന്നു വന്നാലേ എന്താ നിങ്ങള് ഒന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയോ, 2 4 ലക്ഷം ആൾക്കാരെ പിന്തുണ ചുരുങ്ങിയ ഏപ്പിസ്ഥാൻ ഉണ്ടെന്ന് വരും. 3 ഏപ്പിസ്ഥാൻ വഫാത്തായാലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി, ലാൽ കില ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മീനാർ, അങ്ങനെ പലതും സ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാവലി കുട്ടികൾ എങ്ങനെ പഠിക്കാൻ, ഇന്നാൾ ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ, മുഗൾ ചക്രവർത്തിമാരുണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതുണ്ടാക്കിയതാരെന്നൊക്കെ ചോദ്യം വരുമ്പോ ഏപ്പിസ്ഥാൻ സ്മരിക്കപ്പെട്ടെങ്കിലോ അതുണ്ട്. ഉഹർവിയ പണ്ഡിതമാർ ലക്ഷണം പറഞ്ഞെടുത്ത് കസ്തലാനി പറഞ്ഞിട്ടുണ്ട്. കസ്തല്ലാനി പറയുന്നത്രേ, സ്കൂളിലെ പരീക്ഷ എഴുതുന്ന കുട്ടികളോട് ചോദിക്കുമ്പോ ചോദ്യം വരും, ആരാണ് ഈ പള്ളി ഉണ്ടാക്കിയത്? അതാണത്രേ കസ്തല്ലാനിയുടെ വൽ ഹയാത്തുൽ അബ്ദിയ. സഖാഫി അർത്ഥമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചൂടെ? മഹാന്മാരുടെ പണ്ഡിതന്മാരുടെ കിതാബിന്റെ ഇബാറത്തുകൾ കൊണ്ട് പച്ചക്കള്ളം പറയുക, തലപ്പാവതിരിച്ചിട്ട് ശരിയല്ലോ ഇതൊന്നും. പറയട്ടെ അദ്ദേഹം. മരിക്കാത്തവരായിട്ട് മാറും. അസൂയ മൂത്തു, അതുകൊണ്ട് എതിർക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ്കക്കാരെ, ഈ പള്ളി എതിർക്കുന്ന സാക്ഷാൽ മുജാഹിദ, സാക്ഷാൽ ജമാഅത്ത്, സാക്ഷാൽ എസ്കക്കാര്, നിങ്ങളിപ്പോൾ ആ പള്ളി എതിർത്താലും ഇൻഷാ അല്ലാഹ് ആ പള്ളി കയറിയ ശേഷം ഒരു 100 കൊല്ലം കഴിയുമ്പോ നിങ്ങളുടെ പേരക്കുട്ടികളെ കൈകളെ കൊണ്ട് പരീക്ഷ പേപ്പറിൽ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയ ആളാരാണ്? ആ ചോദ്യം വരുമ്പോൾ നിങ്ങളെ കൈകളെ കൊണ്ട് കാന്തവരം ഞങ്ങള് നമ്മളെ കുട്ടികളൊക്കെ എഴുതാൻ പോവാണ്. അതിന് സഖാഫി ആദ്യം പള്ളി വന്നിട്ട് വേണ്ടേ? കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് പള്ളിയുടെ പേരിൽ കോടികൾ പിരിച്ചിട്ട് തറക്കൽ നാടകം നടത്തിയിട്ട് പള്ളി ഉണ്ടാക്കാത്ത വ്യക്തി ആരാണെന്ന് ഭാവിയിൽ ചോദ്യം വരുമ്പോ SSFകാരാ നിന്റെ പേരക്കുട്ടികൾ എഴുതി വെക്കും, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അങ്ങനെ എഴുതി വെക്കേണ്ടി വരും. അങ്ങനെ ആയിരിക്കും ചോദ്യം വരിക, അല്ലേ? നിങ്ങൾ കണ്ടില്ലേ എവിടെയാ പള്ളി? ഇൻഷാ അല്ലാഹ് സമയം പിന്നീട് പറയാം. ഞാൻ തുടങ്ങി വെച്ചത് ഇത്രത്തോളം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ആളുകൾ. ഇവരെ ലക്ഷ്യം എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബി ഒന്നും അല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേറെ മുബാറക്കും അല്ല, അവിടുത്തെയുമായി ബന്ധപ്പെട്ടത് ഒന്നുമല്ല. കാശുണ്ടാക്ക. ഇപ്പതാ ലാസ്റ്റ് മൂപ്പര് കില്ലമ കുടിക്കണിപ്പോ. ഇനി കില്ല കൊണ്ടുവരാൻ നോക്ക. മുടി കൊണ്ടു, അത് വിജയിച്ചില്ല. അപ്പൊ പിന്നെ പൊടി കൊണ്ടുവന്നു. ഒരു പൊടി വന്നല്ലോ ഇടയ്ക്ക്. പക്ഷെ പൊടി അങ്ങനെ പാറിപ്പോയി, അത് വല്ല ക്ലച്ച് പിടിച്ചില്ല. തീരെ പൊടിന്റെ അടിക്കൂടി പാറിപ്പോയത്. അപ്പൊ പിന്നെ മൂപ്പര് നോക്കി അടുത്ത ഘട്ടമാണ് കില്ല. സുബ്ഹാനല്ലാഹ്, മദീനത്തിന്റെ അത്രയും ഒരു കില്ല
അങ്ങനെ ആ കില്ല കച്ചവടാക്കാൻ നോക്കി. അപ്പൊ കില്ലക്ക് ഭയങ്കര റേറ്റാണ്. സംഭവം ഇവിടെ വന്നാൽ അത്ര വില കിട്ടി നഷ്ടാവുമല്ലോ. ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം നോക്കണല്ലോ. ഇവിടെ കൊണ്ടുവന്ന എത്ര രൂപക്ക് ചെലവാകും? കാന്തർ വലിയൊരു ബിസിനസ് മൈൻഡുള്ള വ്യക്തിയാണല്ലോ. അപ്പൊ അദ്ദേഹം കണക്കൂട്ടി നോക്കി. അപ്പൊ നടന്നില്ല. അപ്പൊ വേദിയിൽ ഇബ്രാഹിം സാഹിബ് ഉണ്ട്. സി ഇബ്രാഹിമിനോട് പറഞ്ഞു, ഇനി നിങ്ങളൊക്കെ തീരുമാനിച്ച് നമുക്കിത് വാങ്ങാം. കേട്ടോളൂ നിങ്ങൾ. തങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മെനയാന്ന് രാത്രി മദീന മുനവ്വറയില് ഒരു പഴയ കില്ല കണ്ടു. മദീനത്ത് നേരത്തെ എഴുതി ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ മൂടിയിരുന്ന അപ്പൊ എത്രയായി? 260 360 കൊല്ലം മുമ്പ് മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ മൂടിയ ആ ഖില്ല, ആ കഷ്ണം, ആ വലിയ വിലപിടിപ്പുള്ള കഷ്ണം, ഞാനത് സൂക്ഷിച്ച ആളോട് ചോദിച്ചു, ഇത് അമ്മക്ക് തരുമോ? അമ്മക്ക് തരുമോ? ആ കില്ല നമുക്ക് തരുമോ? അപ്പൊ അയാള് എന്തേ പറയട്ടെ? അദ്ദേഹം പറഞ്ഞു, ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. കുട്ടികൾ തക്കിപ്പോരും ചൊല്ലി. ഈ സാധുക്കളൊരു കഷ്ടകാലം ആലോചിച്ചൊക്കെയാണ്. പറയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ $5 മില്യൺ ഇതിന് വില പറഞ്ഞിട്ടും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് അയാൾ കൊടുത്ത് പറഞ്ഞു. അതിനി വാങ്ങാൻ ഇബ്രാഹിം സാഹിബിനെ പോലത്തെ ആളുകളെ ഉണ്ടാവുള്ളൂ. ആണുങ്ങള് അതിന് വാങ്ങണമെങ്കിൽ ഇബ്രാഹിം സാഹിബിനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. സീം ഇബ്രാഹിമിനെ പൊന്തിച്ചു കൊടുത്തു. ആ സാധുർ മഹാപാവണേ. ഷെയറെ മുബാറക്കിന്റെ തറക്കല്ലിടൽ എന്നൊരു നാടകം നടത്തി സ്വപ്ന നഗരിയിൽ. ഷെയറെ മുബാറക്ക് പള്ളി എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഫ്ലക്സ് ബോർഡ് വെച്ചപ്പോ നമ്മൾ ചോദിച്ചു, എവിടെ പള്ളി? SSFന്റെ കുട്ടികൾ വിളിക്കാൻ തുടങ്ങി, എവിടെ പള്ളി? അവസാനം ഉസ്താദ് ഒരു നാടകം കളിച്ചു. എവിടെ? സ്വപ്ന നഗരിയിൽ ഒരു നഗരിയിൽ ഒരു സ്റ്റേജ് കെട്ടി, ആ സ്റ്റേജിൽ ഒരു ബോർഡ് വെച്ചു. ആ ബോർഡിൽ ഒരു കട്ടക്കളി നടത്തി. ഉള്ളാളെ ഞങ്ങൾ പാപ്പാനായി കൊടുത്തു, നിങ്ങൾ കട്ട വെക്കുന്നതാണോ? ഇവർ വെച്ചു. പിന്നെ ഉസ്താദ് വീട്ടിൽ കട്ട വെച്ചു. പിന്നെ ഓരോരുത്തർ അറബികൾ വന്നിങ്ങനെ ഓരോരുത്തരെ കട്ട വെക്കാൻ തുടങ്ങി. അപ്പോഴും കുട്ടികൾ പ്രതീക്ഷ എന്താ? ഇപ്പൊ ഷെയറെ മുബാറക്ക് എന്നുള്ള ഫോട്ടോയെങ്കിലും കാണുന്നു. പക്ഷെ കട്ട വെച്ച് നോക്കുമ്പോ അവസാനം അത് ഷെയറെ മുബാറക്കല്ല, മസ്ജിദുൽ ആസാറാണ്. ഒരു കട്ടക്കളി കണ്ടോളൂ നിങ്ങൾ. സ്വപ്നഗിരിയിൽ നടന്നൊരു കട്ടക്കളിയാണിത്. കണ്ടോ? ആദ്യം ഉള്ളാൾ തങ്ങൾ പാപ്പ കട്ട വെക്കും. പിന്നെ ഉസ്താദ് നിങ്ങൾക്ക് സമയമല്ല പെട്ടെന്ന് ചോദിക്കാം. അങ്ങനെ ഓരോരുത്തരെ കട്ട വെച്ച് അവസാനം കട്ട കഴിഞ്ഞ് നോക്കുമ്പോ കട്ടയിൽ കയറി വന്ന ചിത്രം എന്താ? ഷെയറെ മുബാറക്ക് മസ്ജിദല്ല, മസ്ജിദുൽ ആസാറാണ്. ആ പേരെന്നെ അവിടെ ഉണ്ടായില്ല. എന്നിട്ട് ഇവിടെ വെച്ച് സി എം ഇബ്രാഹിമിനെ സോപ്പിട്ടു. സി എം ഇബ്രാഹിം പറഞ്ഞു, ഞാൻ 5 കോടി തരാം. 5 കോടി വാഗ്ദാനം സി എം ഇബ്രാഹിം. കാരണം സി എം ഇബ്രാഹിം വിചാരിച്ചെന്താ, ഉസ്താദ് അറിയാതെ അല്ലാത്തോടൊന്നും ചെയ്യൂലല്ലോ. അപ്പൊ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ നിൽക്കുക കർണാടകയിൽ. അപ്പൊ ജയിക്കണമെങ്കിൽ ഈ വകയിലെങ്കിലും ജയിക്കട്ടെ ചിന്തയോടെ പാവം 5 കോടി കൊടുക്കാൻ തീരുമാനിച്ചു. ജയിച്ചാൽ ഉസ്താദിന് പറക്കാൻ ഹെലികോപ്റ്ററും കൊടുക്കാൻ തീരുമാനിച്ചു. അതൊരു പാവം മനുഷ്യൻ. അങ്ങനെ അയാൾ കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയൊക്കെ പ്രസംഗിച്ചു, ഞാൻ ഷെയറെ മുബാറക്ക് മസ്ജിദിന് വേണ്ടി 5 കോടി കൊടുത്താളാണ്, അതുകൊണ്ട് വോട്ട് നമുക്ക് ചെയ്യണം. ആള് നല്ല പ്രതീക്ഷയിലിരുന്നു. കർണാടകയിൽ അനുകൂല കാലാവസ്ഥയുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു. എണ്ണി നോക്കുമ്പോ സി.എം. ഇബ്രാഹിം എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രി ജയിച്ചില്ലെന്ന് മാത്രമല്ല, 2ാം സ്ഥാനത്തേക്ക് എത്തിയില്ല, 3ാം സ്ഥാനത്തേക്ക് തപ്പിട്ടുപോയി. ഈ മുടിയുടെ ബർക്കത്താണത്. ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയപ്പോൾ പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷറഫാക്കപ്പെട്ട മുടി ആ തൊപ്പിയിൽ വെച്ചുകൊണ്ട് യുദ്ധത്തിന് പോയപ്പോൾ യുദ്ധത്തിൽ വിജയം ലഭിച്ചു. സി.എം. ഇബ്രാഹിം 5 കോടി കൊടുത്തപ്പോൾ വമ്പിച്ച പരാജയം ഏറ്റുവാങ്ങി. കർണാടകയിൽ കോൺഗ്രസ് തൂത്തുവാരിയപ്പോൾ സി.എം. ഇബ്രാഹിം നന്നായി പരാജയപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇവർ കാര്യമായിട്ട് ആരോപിക്കുന്ന ഒരു വിഷയം എന്നാണ് നമുക്ക് അസൂയ കൊണ്ട് പറയാം. രണ്ടാമത് ഇന്നലെ പൂനൂർ വെച്ചുകൊണ്ട് പേരോട് ധർമ്മ സഖാഫി പറഞ്ഞത്, ഇവർക്കിത് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഇവർ സുന്നികളാണോ എന്നാണ്. നമ്മൾ സുന്നികളല്ലത്രേ, നമ്മൾ മുജാഹിദാണ്. അതിന് തെളിവ് എന്താ? നാസർ ഫൈസി കൂടത്തായി മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഈ പടപ്പ് മൈക്ക കിട്ടിയ പച്ച നോണ പറയാനായിട്ട് ജീവിക്കണം മനുഷ്യൻ.
ധർമ്മ സക്കാഫി അങ്ങനെ തന്നെ. പക്ഷെ സ്റ്റേജിൽ കയറിയാലോ പറയുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കളവും പറഞ്ഞിട്ടില്ല. ഇതാദ്യം പറയുന്നത് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ അയാൾ കയറുമ്പോൾ തന്നെ അറിയാം ഇയാൾ കളവ് പറയാനായിട്ട് ജീവിച്ച വ്യക്തിയാണല്ലോ, കളവേ പറയുള്ളൂ. അപ്പൊ ഒരൊറ്റ കരച്ചല, ഞാനൊരു കളവും പറയാറില്ല, സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ പറയുള്ളൂ. കേൾക്കൂ നിങ്ങൾ? ജീവിതത്തിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ ധീരമായി പറഞ്ഞിട്ടുള്ളൂ, ധൈര്യത്തോടെ പറയാം. അത് തന്നെ കളവാണെന്ന് ഉറപ്പിച്ചും പറയാം. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതേ എതിർത്തിട്ടുള്ളൂ, ധൈര്യത്തോടെ പറയാം. കണ്ടോ നിങ്ങൾ? എന്നിട്ട് പറയണേ. എന്നിട്ട് ഇയാൾ പൂനൂർ വെച്ചുകൊണ്ട് പറഞ്ഞെന്താ അറിയുന്നു? നാസർ ഫൈസി കൂടത്തായാണ് ഇവരുടെ വലിയ നേതാവ്. നാസർ ഫൈസി ആരാ? അയാൾക്ക് സുന്നികൾ അവകാശം പറയാൻ എന്ത് അവകാശമാണുള്ളത്? അയാൾ മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളല്ലേ? ഇതോ കണ്ടോ, സമ്മേളന സുവനീറിൽ അയാളെ ഫോട്ടോ വന്നിട്ടുണ്ട്. സമ്മേളന സുവനീറിൽ, വയനാട് നടന്ന മുജാഹിദ് സമ്മേളന സുവനീറിൽ അവരുടെ നേതാക്കന്മാരുടെ ഫോട്ടോ കൊടുത്ത കൂട്ടത്തിൽ നാസർ ഫൈസി കൂടത്തായുമായിക്കൊണ്ട് അവരുടെ ഒരു നേതാവുണ്ടായിരുന്നു സക്കരിയ, KP സക്കരിയ. നമ്മുടെ നാട്ടുകാരൻ സക്കരിയ സലാഹി അല്ല കേട്ടോ, KP സക്കരിയ. KP സക്കരിയയുമായി കൊണ്ടൊരു സെമിനാറിൽ പങ്കെടുത്തൊരു ഫോട്ടോ. ഒരു സെമിനാർ ആകുമ്പോൾ സെമിനാറിൽ എല്ലാ വകുപ്പും ഉണ്ടാവില്ല. മുജാഹിദ് ഉണ്ടാവും, ജമാഅത്ത് ഇസ്ലാം ഉണ്ടാവും, സുന്നി ഉണ്ടാവും, എല്ലാവരും കൂടെ എപ്പോഴേ സെമിനാർ ആകുള്ളൂ. അതിൽ പങ്കെടുത്തൊരു ഫോട്ടോ അവരുടെ സുവനീറിൽ വന്നിട്ടുണ്ട്. അത് കാണിച്ചിട്ട് പറയാ, കണ്ടോ മുജാഹിദുമായിട്ട് വേദി പങ്കിടുന്ന ആളുകൾ, ഇവർക്ക് എന്ത് സുന്നിത്തമായിട്ട് പറയാനുള്ള അവകാശമാണുള്ളത്? കാര്യമായിട്ട് പൂനൂർ പറഞ്ഞതൊക്കെയാണ്. പൂനൂരിൽ പറഞ്ഞതൊന്ന് രാഷ്ട്രീയ. നമ്മൾ ഉന്നയിച്ച പൂനൂരിൽ വെച്ചുകൊണ്ടും കേരളത്തിന്റെ മുക്കുമൂലകളിൽ കോഴിക്കോട് നഗരത്തിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾക്കൊന്നും പോലും മറുപടി പറയാൻ പേരോടിനോ കാന്തപുരത്തിനോ പൊന്മലക്കോ സാധിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം മറുപടി വരേണ്ടത്. പറഞ്ഞ വിഷയം ഒന്നിതാണ്. ഇത് മുടിയിട്ട് എന്താ ബന്ധമുള്ളത്? ഇതും മുടിയിട്ട് കൂട്ടരെ എന്ത് ബന്ധമുള്ളത്? പേരോട് ധർമ്മ സക്കാഫി അവിടെ വെച്ച് പറഞ്ഞ വിഷയം നാസർ ഫൈസി കൂടത്തായി ഈ മുജാഹിദുമായി കൊണ്ട് വേദി പങ്കിട്ടു എന്നുള്ളതാണ്. വകുപ്പ് മാറി ചില മന്ത്രിമാർ കൈയിട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രവണത ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അത്തരക്കാരുടെ കൈ വെട്ടുകയല്ല, അത്തരക്കാരുടെ അടിവേര് പിടിച്ചെടുക്കാൻ സുന്നികൾ തയ്യാറാണ്. ഇത് നാസർ ഫൈസി പറഞ്ഞതിന് വളരെ നല്ലൊരു വിഷയം. നാസർ ഫൈസി പറഞ്ഞതിന് അതിനാ മറുപടി തന്നെ മുടി വിശദീകരിക്കാൻ കയറിയ സ്റ്റേജിൽ കേട്ടോളൂ. പേരോട് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, സുന്നിയുടെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് എന്താ കാര്യം? ഇദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുടെ സ്റ്റേജിൽ പോകുന്ന ആളല്ലേ, അവിടെ പ്രസംഗിക്കുന്ന ആളല്ലേ? ഞാനത് സമസ്തയും സനദുകളും എന്ന പേരിൽ കുറ്റ്യാടിയിൽ വെച്ച് ഷാ മുബാറക്ക് സംബന്ധമായി പ്രസംഗിച്ച പ്രസംഗത്തിൽ ഇദ്ദേഹം മുജാഹിദിന്റെ സുവനീർ, അദ്ദേഹത്തിന്റെ ചിത്രവും മറ്റുള്ള മുജാഹിദ് നേതാക്കൾ വേട്ടും കുറ്റി ഇരിക്കുന്ന ചിത്രം ഞാൻ കാണിച്ച് കുറ്റ്യാടിയിൽ വെച്ച് സംസാരിച്ചത് ഇന്ന് വരെ ഇദ്ദേഹം ഒരു സുന്നിയാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ? ഞാൻ പേരോട് ധർമ്മ സക്കാഫിയോട് ചോദിക്കുന്നു, നാസർ ഫൈസി കൂടത്തായി മുജാഹിദിന്റെ ഏത് വേദിയിലെ പങ്കെടുത്ത് പറയാൻ ധൈര്യമുണ്ടോ സക്കാഫി? ഞങ്ങൾക്ക് ഒരു വേദി പറയട്ടെ, ഒരു വേദി പറഞ്ഞു തരട്ടെ. നാസർ ഫൈസി കൂടത്തായി മുജാഹിദിന്റെ ഏതെങ്കിലും വേദിയിൽ അവരെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നല്ലേ താങ്കൾ പറയുന്നത്? എവിടെ, ഏത് വേദിയിൽ പങ്കെടുത്തു ഒന്ന് പറയട്ടെ. പിന്നെ ഒരു സെമിനാറിൽ പങ്കെടുത്ത ഫോട്ടോ ഇനി അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ. അന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഇനി അയാള് പൂനൂർ ചെയ്ത പണി എന്താ? ഞങ്ങള് അയാൾ പഴയ CD ഒക്കെ ക്ലിപ്പ് എടുത്തു വന്നിട്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഇടക്കിടക്ക്, വേറൊന്നും പറയാനില്ലല്ലോ. ആകെ 1 മണിക്കൂർ അയാൾക്ക് അവസരമുള്ളത്. ഈ 1 മണിക്കൂർ അയാൾ ചെയ്തത് അയാൾ പണ്ട് കാലത്ത് പ്രസംഗിച്ച CD ഒക്കെ ക്ലിപ്പ് കൊടുത്തിട്ട് അത് കണ്ടോ. പൂനൂർ പ്രസംഗം കഴിഞ്ഞ് കാണുന്നത് ഇത് ഇന്നത്തെ പ്രസംഗ, ഇത് പണ്ട് കുട്ടികളി പ്രസംഗിച്ചതാണ്. എന്നിട്ട് ആ ക്ലിപ്പ് ഇട്ട് കേൾപ്പിക്കുക കേട്ടോളൂ. എല്ലാ കോൺഗ്രസ്സുകാരെയും അവർക്ക് എന്തും വിളിക്കാം, എല്ലാ ലീഗുകാരും എന്തും പറയാം, പണക്കാർ നിങ്ങൾ എന്തും പറയാം, അതുപോലെ LDF-ലുള്ളവരെയും പറയാം, UDF-ലുള്ളവരെയും പറയാം. ഇതെങ്ങനെ സമസ്ത എന്ന പേര് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? നമ്മൾ രജിസ്ട്രാൾ എന്താ തീരുമാനിച്ചെന്നുള്ളതല്ല എന്റെ വിഷയം. ഒരു മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിത സെക്രട്ടറിയായി ഈ കക്ഷികൾക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റുമെന്ന് ബുദ്ധിപരമായി ഓരോരുത്തരും ആലോചിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മുടിയിട്ട് എന്ത് ബന്ധമുള്ളത്? മുടി വിശദീകരിക്കാൻ വന്നതാണ് പൂനൂര്. ഇനി ഞാൻ ചോദിക്കട്ടെ, മുജാഹിദുമായിട്ട് ആരാ വേദി പങ്കിട്ടത്?
ആരാ വേദി പങ്കിട്ട പേരോട് ഇബ്രാഹിം സഖാഫി? നിങ്ങൾ അതുവെന്ന ഗുരുനാഥനല്ലേ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരല്ലേ മുജാഹിദുമായി വേദി പങ്കിട്ടത്? ഞാൻ കാണിച്ചു തരാം. കാന്തപുരം കുവൈത്തിൽ പോയിട്ട് വേദി പങ്കിട്ട് നിൽക്കുന്നു. തനിക്ക് വേണ്ടുമ്പോഴൊക്കെ കൈപ്പറ്റിയ ശേഷം മുജാഹിദിന്റെ നേതാക്കന്മാരൊരു ഭാഗത്ത് നിർത്തുന്നു, ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിർത്തുന്നു. എന്നിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. കാന്തപുരത്തിനോടല്ലേ പേരോട് ഇബ്രാഹിം സഖാഫി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്? കണ്ടത് നിങ്ങൾ? ആരാ നടയിൽ? ഞാൻ വായിക്കും ഓരോരുത്തരെ. ആ തലക്ക് കാണുന്നത് 1 RK അബ്ദുറഹ്മാൻ ഹാജി, 2 നാദിർ നൂരി, 3 MV മുഹമ്മദ് സലീം മൗലവി, ഒക്കെ മുജാഹിദ് ജമാഅത്ത് നേതാക്കന്മാർ കേട്ടോ, 4 PK ജമാൽ മൗലവി, പിന്നെ ആ വട്ടത്തിൽ കാണുന്നത് കാന്തപുരം AP അബൂബക്കർ മൗലവി. അതിനിപ്പുറത്ത് കാണുന്ന ആരാ? അബ്ദുസ്സമദ് അൽ കാത്തിബ്, KM യുടെ കാത്തിബ് എഴുത്തുകാരൻ. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ KM യുടെ എഴുത്തുകാരനായ അബ്ദുസ്സമദ് അൽ കാത്തിബ്. പിന്നെ പുറത്താറുള്ളത് അബ്ദുറഹ്മാൻ തറുവായി, N അബ്ദുൽ ലത്തീഫ് മദനി, സക്കരിയ സലാഹിന്റെ സ്വന്തം ആള്. പിന്നെ ആരാപ്പുറത്തുള്ളത് OP അബ്ദുസലാം. അവരെ നടുവിൽ നിൽക്കുന്ന ആരാ? സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പേരോടെ അങ്ങട്ടല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യം? എന്നിട്ട് പോരെ നാസർ ഫൈസ് കൂടത്താന് പറയാൻ? എന്നിട്ട് പോരെ നാസർ ഫൈസ് കൂടത്താന് പറയാൻ? മുടി വിശദീകരിക്കാൻ കഴിയില്ല, അത് കഴിയില്ല എന്ന് പറഞ്ഞ പോരെ? എന്തിനാ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്? കഴിഞ്ഞില്ല, ഞാൻ ഒരുപാട് കാണിച്ചു തരാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുജാഹിദുമായി കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ശരീഅത്ത് സംരക്ഷണത്തിന് വേദിയിലല്ല കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തിരിക്കുന്നത്. പിന്നെയോ ഭക്ഷണം കഴിക്കുന്നു ആരെ കൂടെ? MK ഹാജി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ജമാഅത്ത് നേതാവ് ഷരീഫ് മൗലവി, ഇവരെ കൂടെ ഇരുന്നു കൊണ്ട് കാന്തപുരം ഭക്ഷണം കഴിക്കുന്നു. എവിടെ പേരുടെ ഉസ്താദ്? അങ്ങയുടെ ഉസ്താദിന്റെ സുന്നത്ത് ജമാഅത്ത് എവിടെ? അത് തെളിയിച്ചിട്ട് പോരെ നാസർ ഫൈസിന്റെ മേക്കിട്ട് കയറാൻ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് കഴിഞ്ഞിട്ട് പോരെ? മുടി വിശദീകരിക്കാൻ ഇറങ്ങിയതാ. ഇനി കാണണോ? കാന്തപുരത്തിന്റെ മരുമകൻ സി ഫൈസി ഇരിക്കുന്നത് എവിടെയാണെന്ന് കൊട്ടുകൊണ്ടോളൂ നിങ്ങൾ. സി ഫൈസി ഇരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിൽ പ്രസംഗിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാവ് നീലപ്പള്ളിട്ടാൾ സിദ്ദീഖ് ഹസൻ. ആ പച്ചപ്പുള്ളിട്ടാളെ ഇന്നത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ കേരള അമീർ ആരിഫ് അലി. അതിന്റെ ഇപ്പുറത്തിരിക്കുന്ന ആരാ? കാന്തപുരത്തിന്റെ മരുമകനും മർക്കസിന്റെ ജനറൽ മാനേജറുമായ സി മുഹമ്മദ് ഫൈസി. ക്ലിപ്പിട്ട് പ്രസംഗിക്ക് പേരോട് ഇബ്രാഹിം സഖാഫി. എന്നിട്ട് പോരെ നാസർ ഫൈസിനെ പറയാൻ? ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങൾ. മുടിയൊന്നും മുണ്ടാലാന്ന് കണ്ടപ്പോ പിന്നെ അടുത്തൊരു ഘട്ടത്തിൽ കിടന്ന പദ്ധതി. ഇനി മുടിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാനത് പോനൂരത്തൊന്നിടലും നിർബന്ധമായതുകൊണ്ട് പെട്ടതാണ്. ബാക്കി ഇൻഷാല്ലാ 4-ാം തീയതി വരുന്നുണ്ടെന്ന് കേട്ട് കോഴിക്കോട്, അവിടെയും കഴിയട്ടെ. നമുക്ക് കുറച്ചിടാനുണ്ട്. നമ്മളൊന്നും ഇടണ്ട. നിങ്ങളെ ഇളം തലമുറ ഇടാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളൊന്നുണ്ടാ, നമുക്ക് ഗ്യാലറിന്ന് കളി കണ്ടാൽ മതി. 4-ാം തീയതി പേരോടിന്റെ പരിപാടി കഴിയട്ടെ കോഴിക്കോട്. അത് കഴിയുന്നതോടുകൂടെ കാന്തപുരം ഭാഗത്തിലെ ഇളം തലമുറ പേരോടിന് മറുപടി വരാൻ കാത്തിരിക്കുക. നമുക്ക് പണിയൊന്നുമില്ല, നമുക്കൊരു പണി വരാൻ പോണില്ല. ഇൻഷാ അല്ലാഹ് ഓരോന്ന് പറയാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു വ്യാജ മുടി കൊണ്ടുവന്ന് അതിന് വ്യാജ സനദമുണ്ടാക്കി വ്യാജ പിരിവ് നടത്തി ഈ പാവങ്ങളായ ആളുകളെ പറ്റിച്ചു. ഇത് തിരുത്തി കൊടുക്കുക നമ്മുടെ ബാധ്യതയല്ലേ? ഏത് മുടി? നേരത്തെ ബഹുമാനപ്പെട്ട പാലത്തായി മെയ്ദി ഹജ്ജ് സൂചിപ്പിച്ചല്ലോ, നമ്മൾ 7 മുടി കൊണ്ടുവന്നു അല്ലേ? ഇവരെ കയ്യിലുള്ള മുടി ശരിയല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ 7 മുടി കൊണ്ടുവന്നു. നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതിൽ ഒരു മുടിയാണ് നമ്മൾ കത്തിച്ചത്. മറ്റു മുടി മൈദോജി 2 മുടി കാരണം ഒരു മുടി നമ്മൾ കത്തിച്ചു, ഒരു മുടി വേറെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കി 5 മുടിയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. 5 മുടി കൊടുത്തപ്പോൾ നിങ്ങൾ അറിയണം, 5 മുടി കൊടുത്തപ്പോൾ ഒരു പറഞ്ഞ 5 പോരാ 7 തന്നെ വേണം. അതുകൊണ്ട് 2 നേരത്തെ പറഞ്ഞതുപോലെ 2 കൊടുത്തു. അല്ല, കാരണം ഞങ്ങളെ മുടിയൊന്നും കൊടുക്കാൻ പറ്റൂല, അത് നീളമുണ്ട്. അപ്പൊ പിന്നെ അടിച്ചു വാരുന്ന ദിശാമായിന്റെയും പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയുടെയും ഭാഷയിൽ പറഞ്ഞാൽ അമ്മുവിന്റെ മുടി. പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അമ്മുവിന്റെ മുടി എന്നാ പറഞ്ഞത്. ആ സ്ത്രീയുടെ പേര് അമ്മു ആണെന്നുള്ളത് ആണോ അല്ലേ നമ്മളിപ്പോ പറയുന്നില്ല. ഏതായാലും അവരുടെ പേര് അമ്മു ആണ്, ആയിക്കോട്ടെ. ഏതായാലും അമ്മുവിന്റെ മുടിയും കൊടുക്കും. ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി പോയിട്ട് കാന്തപുരത്തിന് കിട്ടിയ ജാലിവാറ് നൽകിയ മുടി, ആ മുടി തിരിച്ചു കൊടുക്കുമ്പോൾ അതാണെന്ന് പോലും തെളിയിക്കാൻ ഒരു രേഖ ഇവരയില്ല. നമ്മൾ കൊടുക്കുന്ന മുടി അതന്നെയാണോ? അതുകൂടി നോക്കാനുള്ള ഒന്നും ഇവരുടെ കയ്യിലില്ല. നമ്മൾ കൊടുത്തപ്പോൾ അത് വാങ്ങി ഇവരെന്ത് ചെയ്തു? തല അൽ ബദറും ചൊല്ലി സ്വീകരിച്ചു. തല അൽ ബദറും ചൊല്ലി സ്വീകരിച്ചു. ജിഷാൻ മായി എന്ന് പറയുന്ന ഇവരെ കൂട്ടത്തിലെ പ്രമുഖൻ, നിങ്ങളുടെ നാടൻ തൊട്ട നാട്ടുകാരൻ മാഹിക്കാരൻ ജിഷാൻ,
ഈ വിഷയം പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയോട് പങ്കുവെക്കുക. പൊന്മുള പോലൂർ വെച്ച് പ്രസംഗിച്ചെന്താ അറിയോ? ഞാൻ ആ മുടിയിട്ട വെള്ളം എൻ്റെ ഉമ്മാക്ക് സക്രാത്തിന്റെ ഹാലിൽ കൊടുത്തിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഈ സമൂഹത്തിനെ മൊത്തം പറ്റിച്ചു, അവസാനം ഉമ്മാനും പറ്റിച്ചു. ഇവരൊക്കെ തൊലിക്കെട്ടി ഇസ്മാൽ സക്കാഫിന്റെ ഭാഷയെ കടമെടുത്ത് പറയുകയാണെങ്കിൽ സാധാ മനുഷ്യന്റെ തൊലിക്കെട്ടൊന്നുമില്ല, കാട്ടുപോത്തിന് തൊലിക്കെട്ടിയ. ഉമ്മാനെ പോലും പറ്റിച്ചു. ആ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അതൊന്നാദ്യം പറയട്ടെ, പോലൂർ വെച്ച് പ്രസംഗിച്ചെന്ന് പറയട്ടെ. വലിയ ഹസ്ബിന് കാരണമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടി ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിക്കുകയും അതിന്റെ എല്ലാ ആദരവോടെയും മർക്കസ് സഖാഫത്ത് സുന്നിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ കിട്ടിയ ഉടനെ ആദ്യത്തെ റബീഉൽ അവ്വലിൽ ആദ്യത്തെ തിങ്കളാഴ്ച ആ മുടിയുടെ പ്രദർശനം നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുകയും ആ മുടി കാണുകയും പോരാ അതിന്റെ ആ വെച്ച പെട്ടിയൊന്ന് തൊട്ടുമുട്ടുകയും ശേഷം ആ മുടി മുഖ്യ വെള്ളം കൊണ്ടുപോവുകയും ചെയ്ത ആളാണ് ഞാൻ. എന്റെ വന്യരായ ഉമ്മ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംസമം ഈ വെള്ളവും സംസം വെള്ളവും ഈ വെള്ളവും സമ്മിശ്രമാക്കിക്കൊണ്ട് ഉമ്മാക്ക് കൊടുത്തു. ഏത് വെള്ളം? ഈ മുടിയിട്ട വെള്ളം. ആ മുടിയെക്കുറിച്ച് ഇനി പൊന്മുള പറയുന്നത് കേട്ടോളൂ. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേരത്തെ സക്കാഫി പറഞ്ഞതുപോലെ ഏപ്പിന് മാറിയാലും പൊന്മുള മാറാൻ സാധ്യത കുറവാണ്. കാരണം അയാൾക്ക് അത്രത്തോളം വിധേയത്വമുണ്ട്, അത്രത്തോളം സാമ്പത്തികമായ വിധേയത്വമുള്ള ആളാണ് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പക്ഷേ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ജിഷാൻ മാഹിയോട് തുറന്ന് സമ്മതിക്കുന്നു കേട്ടോളൂ. ഇവരൊക്കെ സമൂഹത്തിന് എത്രത്തോളം വഞ്ചിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാനിത് പറയുന്നത്. ജിഷാൻ മാഹിയും പൊന്മുളയും അഭേദ്യമായ ബന്ധമുള്ളവരാണ്. ജിഷാൻ മാഹി ഫോം വിളിച്ചു ചോദിച്ചു, അല്ല ഉസ്താദെ നിങ്ങൾ മുടി സമ്മതിച്ചു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിമിനോട് ഞാൻ ആ മുടിയിട്ട് കണ്ടിട്ടില്ല, ഞാനിട്ട് വിശ്വസിച്ചിട്ടുമില്ല, ഞാനിട്ട് അംഗീകരിച്ചിട്ടുമില്ല. കേട്ടോളൂ. പിന്നെ ഈ വിഷയത്തിൽ സംശയം ചോദിക്കുന്ന ആളുകളോട് ഇപ്പം പറയുന്നത് വെച്ചാൽ പൊന്മുള ഉസ്താദ് വരെ അത് പിന്നെ കണ്ടു ബോധ്യപ്പെട്ടതാ, ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ കണ്ടിട്ടുമില്ല നോക്ക, അതിന് പോയിട്ടുമില്ല. എന്നോട് അവിടെയുള്ള വാക്ക് വിസ്താത് പറഞ്ഞപ്പോ ഞാൻ ഉള്ളോണ്ട് ചിരിച്ചു. കാരണം നമുക്കറിയാലോ ഇതിന്റെ അവസ്ഥ. പിന്നെ ഇയാളെന്തേലും ഇതിന്റെ പിന്നാലെ കണ്ടോ? പൊന്മുള സ്റ്റേജിൽ കയറിയ പറയും ഞാനത് അംഗീകരിച്ച ആളാണ്, രഹസ്യമാടി വെച്ചാൽ പറയും ഞാനത് കണ്ടിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് പൊന്മുള ശൈലി പൊട്ടിച്ചിരിയും. ഈ പാവം SSFകാരാ നിങ്ങളെ ഉസ്താദുമാർ പറ്റിക്കല്ലേ ചെയ്യുന്നത്? പറ്റിക്കല്ലേ ചെയ്യുന്നത്? ചതിക്കുകയല്ലേ ചെയ്യുന്നത്? പറയട്ടെ. അപ്പോൾ വീണ്ടും ജിഷാൻമായി ചോദിച്ചു, അല്ല ജാലിവാല വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മറുപടി കേട്ടോളൂ. പറയട്ടെ. അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോക്ക്. അതായത് ഈ ജാലിവാല അമ്പലക്കടവിന് കൊടുത്ത ഒരു 7 മുടിയുണ്ടല്ലോ, അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് ഹസീനെ അടക്കം കുറെ ആളുകൾ അത് പിന്നെ മൗലിദൊക്കെ ചൊല്ലി തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ്. അതൊക്കെ ഞങ്ങൾ ഇന്നാള് പറഞ്ഞു. ഞങ്ങൾ ഇന്നാള് പിന്നെ കൂടിയപ്പോ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. കണ്ടോ എന്തേ പെൺമുള പറയുന്നത്? ഞാനത് പണ്ടേ ഉസ്താദിനോട് പറഞ്ഞു, ഈ പോക്ക് റോങ്ങാണ്. ഏത് പോക്ക്? ഈ മുടിയുടെ പേരിൽ ഇന്ന് നടക്കുന്നതൊക്കെ റോങ് ആണ്. ഞാൻ അന്നേ കാന്തപുരസ്ഥാനോട് പറഞ്ഞതാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ 7 മുടി തിരിച്ചു കൊടുത്തപ്പോ 5 മുടിയുള്ളൂ ജാലിവാറെന്ന്, ബാക്കി 2 അമ്മുവിന്റെ മുടിയാണ് പറഞ്ഞപ്പോ. ഇനി പൊന്മുള ശരിക്കത് പറയുന്നു, ജിഷാമായി പറയുന്നു, പൊന്മുള ചിരിക്കുന്ന രംഗം കേട്ടോളൂ. ഞങ്ങളെന്നാണ് പിന്നെ കൂടിയപ്പോ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല, എന്നിട്ട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞ ഞാൻ ഇന്ന് പറഞ്ഞത്, അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവർ ഈ ജാലിയവാലക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. ഞാൻ കേട്ടത്. എന്നിട്ട് പൊന്മുള ചിരിയും. പൊന്മുള ഞാനും കേട്ടിട്ടുണ്ട്, അത് അമ്മിന്റെ മുടിയാണ്. പാവം SSFകാരൻ ഈ മുടിയിട്ട വെള്ളം കുടിക്കുകയാണ്. തലേ അൽ ബദറു അലൈന من سنيات الوداع وجب شكر علينا
هنا ما دعا لله داعي. SSFന്റെ കുട്ടികൾ മൗലൂദും മോദിയിട്ട് ഈ വെള്ളം ഇങ്ങനെ കുടിക്കുക. ഉസ്താദോ പൊട്ടിച്ചിരിക്കുക. പൊട്ടന്മാരെ അമ്മൂന്റെ മുടിയിട്ട വെള്ളം കുടിക്കുന്നത്. എന്റെ SSFകാരാ, പടച്ചോനെ കുറിച്ച് അല്പെങ്കിലും പേടിയുണ്ടെങ്കിൽ മാറി ചിന്തിച്ചുകൂടെ? ഞാൻ ചോദിക്കട്ടെ, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്തുകൊണ്ട് പൂനൂര് പ്രസംഗത്തിൽ പറഞ്ഞില്ല ഈ ക്ലിപ്പ് എന്റേതല്ല എന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ? നമ്മൾ പൂനൂര് ക്ലിപ്പ് ഇട്ടതാണല്ലോ. മറുപടി വരുമ്പോ പൂനൂരിൽ വെച്ചുകൊണ്ട് പൊന്മുളക്ക് പറയാമായിരുന്നല്ലോ, അങ്ങനെ ഒരു ക്ലിപ്പ് എനിക്ക് ബാധകമല്ല, ഞാൻ ജിഷാമയോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാമായിരുന്നല്ലോ. അതിനാണല്ലോ വേദി വെച്ചത്. മിണ്ടിയോ പൊന്മുള അതിനെ കുറിച്ച്? പൊന്മുള പറഞ്ഞാ ഞാൻ അമ്മാനെയും പറ്റിച്ചു എന്നാർന്നത്. പാവമ്മ സക്രാത്തിന്റെ ആൽ കിടക്കുമ്പോ അമ്മുവിന്റെ മുടിയിട്ട വെള്ളം കൊണ്ടു കൊടുത്തു ഉമ്മാക്ക്. അമ്മാന്റെ അവസ്ഥ അലച്ച് നിങ്ങള്. അതിന് ഇവർക്കെന്താ സമൂഹത്തിനെ മൊത്തം ചതിക്കുന്നവർക്കുണ്ടോ ഉമ്മ വെച്ചിരിക്കുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത്. എത്ര വലിയ തെറ്റാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരെ പ്രചരിപ്പിച്ചെന്താ? കാന്തപുരത്തിന്റെ മുറബിയ ഷെയ്ഖ് വലിയ മഹാനാണ്, ആ മഹാൻ നൽകിയ മുടിയാണിത്. ആരാ മഹാൻ? ജാലിവാല. ജിഷാമായി പറയുന്നു അയാൾ മഹാനൊന്നുമല്ല, അയാൾ പച്ച ഫാസിക്കാണ്, പച്ച തെമ്മാടിയാണ്. ആരാ ജിഷാൻമായി? മാഹിക്കാരനായ ജിഷാൻ ആരാ? കാന്തപുരത്തിന്റെ സ്വന്താണല്ലേ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായിട്ട് അഭേദമായ ബന്ധമില്ലേ? ഇന്നലെ പുനരുച്ചുകൊണ്ട് പേരോടെന്നറിയോ? ഞാന് അവന്റെ കല്യാണത്തിൽ പങ്കെടുത്തുള്ളൂ. ശരിയാണ്, കല്യാണത്തിൽ പങ്കെടുക്കാൻ മാത്രം നിക്കാഹ് ചെയ്ത് കൊടുത്താരാ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അല്ലേ? ഞാനോട് ചോറ് വെച്ചിട്ടില്ല, ഞാൻ ചോറ് വെച്ചിട്ടില്ല, ഞാൻ നിക്കാഹിന് പങ്കെടുത്തുള്ളൂ. ശരിയാണ്, അവൻ നല്ലൊരു കുട്ടിയാണെന്ന് പ്രതീക്ഷിക്കാൻ പോയി നിക്കാഹിൽ പങ്കെടുത്തുള്ളൂ. ശരിയാണ്, പക്ഷേ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ഈത്തപ്പഴം നിന്നപ്പോൾ അതിന്റെ ഒരു കഷ്ടം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിക്കാഹിൽ പങ്കെടുക്കുന്ന അതിന് മാത്രം ബന്ധം ഇതിന്റെ അർത്ഥം? ഇപ്പൊ പറയാം ഞങ്ങളൊരു ബന്ധമില്ല. പറയട്ടെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ കുട്ടിയുമായിട്ടുള്ള ബന്ധം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ. പേരോടുമായിക്കൊണ്ടും കാന്തപുരമായിക്കൊണ്ടെന്ന് മാത്രമല്ല, ആ വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരോടും വലിയ ബന്ധമുള്ള ആളാണ് സാക്ഷാൽ ജിഷാൻ മാഹി. പലപ്പോഴും പല വേദികളിലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജിഷാനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിക്ക് ജിഷാൻ മാഹി ഖത്തറിൽ നിന്ന് 5 ചാക്ക് സിമന്റ് കൊടുത്തപ്പോൾ അതുപോലും പുകഴ്ത്തിക്കൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജിഷാൻ മാഹി നല്ല കുട്ടിയാണ്, എന്റെ വയലെല്ലായിടത്തും കേൾക്കും, കേട്ട് ജമാഅത്ത് മുജാഹിദിനോടൊക്കെ തർക്കിക്കാൻ കഴിവുള്ള കുട്ടിയാണ് ജിഷാൻ മാഹി. പറയട്ടെ. 5 ചാക്ക് സിമന്റ് ഖത്തറിൽ ജിഷാൻ മാഹി നല്ല ഒരാളാ. നല്ലൊരാളാ. ആരെ? ജിഷാൻ മാഹി നല്ലൊരാളാ. എന്റെ പ്രസംഗങ്ങൾ തീർത്തും കേട്ട് കാണാതെ മരിച്ചിട്ട് എല്ലാ മുജാഹിദിനോടും തർക്കിക്കും, എല്ലാ ജമാഅത്തുകാരെയും തള്ളിയിടും. സാധാരണക്കാരനാണ്, സാധാരണക്കാരാണ്. എന്നാലും ഉസ്താദിന്റെ പ്രസംഗം കിട്ടും നന്നായ ആളാണ്. ഉസ്താദിന്റെ പ്രസംഗം കിട്ടും ഇങ്ങനെയൊക്കെ നന്നാവും ലാസ്റ്റ് വെച്ചിട്ട്. എങ്ങനെയൊക്കെ? കാന്തപുരം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹത്തിന് നിക്കാഹിനെ സംബന്ധിച്ച കാര്യം പറയട്ടെ. ശമ്പളം പറ്റിയിട്ടില്ല, ഒരു നയാകാശിന് വരെ. അതുപോലെ ചിത്താരി ഉസ്താദ് ഞങ്ങൾ ഈ ഇവരെ CD ഇത് ഇറങ്ങിയിട്ടില്ല. നമ്മളവിടെ ലൈവ് പ്രോഗ്രാം നമ്മൾ എടുത്തതാണ്. അപ്പൊ അത് കട്ട് ചെയ്ത് വരുമ്പോൾ വണ്ടിയിൽ വെച്ചുകൊണ്ട് അത് കട്ട് ചെയ്തൊക്കെ നടന്നിട്ടുള്ളൂ, പൂർണ്ണമായിട്ടില്ല. ഇൻഷാല്ലാ ബാക്കിക്ക് ഇൻഷാല്ലാ നമ്മൾ വരും വേദികളിൽ തുറന്ന് കാണിക്കാൻ പോകാണ്. CD ഇവരെ ഇറക്കിയിട്ടില്ല. ഇപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചു വെക്കുമ്പോഴൊക്കെ ഇന്ന് ഇറങ്ങും നാളെ ഇറങ്ങുമെന്ന് പറയാണ്. സാധനം കിട്ടിയ വളരെ എളുപ്പമുണ്ട്. ഇപ്പോൾ ക്ലാസ് റൂം എന്ന് കയറി കെട്ടിയിട്ടുള്ള ഭാഗമാണ്. വണ്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇന്ന് വരുന്ന സമയത്താണ് ഈ ഭാഗം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് പ്രാവശ്യങ്ങളുണ്ടാവും കേട്ടോ. കേരളത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദാണ്. അതിന് തെളിവാണത് മക്കളെ. നേരെ മറിച്ച് നിങ്ങളുടെ സെക്രട്ടറി ഒന്ന് വിളിച്ചു നോക്കട്ടെ. സുഹൃത്തുക്കളെ, സഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലയോ? അങ്ങനെ ഒരു പ്രവർത്തകനാണ് ഞാൻ പറഞ്ഞു. അതാ ഇപ്പൊ കാര്യമായ തെളിവ്. എന്തിന്? അദ്ദേഹം സമസ്തന്റെ പ്രസിഡന്റാണെന്ന് തെളിവാത്. സഖാഫി ജിഷാൻമായെ കുറിച്ച് ഞങ്ങളാരും നിങ്ങളെ സംസ്ഥാന പ്രസിഡന്റാന്ന് പറഞ്ഞിട്ടില്ല, ഷാഫി അമ്മന്റെ സ്ഥാനത്താന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങളുമായി അഭേദ്യമായി ബന്ധമുള്ള കുട്ടിയാണ്, പ്രവർത്തകനാണ് ജിഷാൻമായി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പറട്ടെ,
CD കേട്ടിട്ട് അയാൾ പഠിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. അവന്റെ പ്രസംഗം കേട്ട് ഞാൻ പഠിച്ചു എന്നല്ല, ഇത് മനസ്സിലാക്കാൻ സാധിക്കണം. അവൻ പറയുന്ന കേട്ട് ഞാൻ പഠിച്ചു എന്നല്ല പറഞ്ഞത്, എന്റെ CD കേട്ടിട്ട് അവൻ പഠിച്ചു എന്നാ പറഞ്ഞത്. അത് അവനോ മഹത്വം എനിക്കോ മഹത്വം? എന്റെ ആ വാക്കുകൾ അവൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നുള്ള ഒരു സങ്കടത്തിലും അവനാവുകയില്ലായിരുന്നു. എന്റെ വാക്ക് സ്വീകരിച്ചില്ല. ഉസ്താദിന്റെ വാക്ക് സ്വീകരിക്കാത്തതിന് കുരുത്തക്കാടാണ് ഇപ്പൊ ജിഷാമായിക്ക് സംഭവിച്ചത്. അല്ല, കുരുത്തക്കാട് ഇങ്ങോട്ടാ പറ്റി ഇങ്ങോട്ട് പോവാം. കുരുത്തക്കാട് പറ്റിയത് ഇങ്ങോട്ടാണല്ലോ. നിങ്ങളല്ലേ പ്രയാസപ്പെടുന്നത്. ജിഷാൻ എന്താ പ്രയാസം? ജിഷാൻ കേരളം ഒട്ടുക്ക് അറിയപ്പെട്ട് ലോകം ഒട്ടുക്ക് അറിയപ്പെടല്ലേ ഇത്? പറയട്ടെ, അവൻ അബദ്ധം പറ്റി. അല്ലാഹു തആല എല്ലാവരെയും നന്നാക്കട്ടെ. ഞാൻ അവരെയും ചീത്തയൊന്നും പറയുന്നില്ല, എന്റെ സാധാരണ പതിവല്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു മനുഷ്യൻ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നല്ലൊരു വായതാണ്. നമ്മൾ സമയമില്ലാത്തോണ്ട് ഒക്കെ പഠനമല്ല. ഇനി എന്താ പറഞ്ഞ റസൂലുള്ളാഹിനെ പറ്റിച്ചിട്ടില്ലേ, അതിലും പേരുണ്ട് എന്നെ പറ്റിച്ചതെന്നാ ചോദിക്കുന്നത്. ഇനി ഒരൊറ്റ കരച്ചില. മുത്തനബിനെ സഹാബാക്കളെ അക്കാലഘട്ടത്തിൽ ശത്രുക്കൾ പറ്റിച്ചില്ലേ, പിന്നെയുണ്ടോ എന്നെയും ഉസ്താദിനൊക്കെ പറ്റിക്കാൻ പ്രയാസം? ആരാ കൂട്ടരെ പറ്റികൾ പഠിപ്പിച്ചു കൊടുത്തത്? ഞങ്ങളല്ലല്ലോ. ആരായി ക്ലിപ്പുണ്ടാക്കുന്ന ഏർപ്പാട് പഠിപ്പിച്ചു കൊടുത്തത്? ഞങ്ങളല്ലല്ലോ. പേരോട് പരമ സഖാഫി താങ്കളല്ലേ? ആ ജിഷാൻമായി ഇപ്പൊ ഓരോന്ന് തുറന്നു പറയാണ്. ജിഷാൻമായി പറയുന്നു, ഈ ജാലിവാലക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് പോലും ഓതാൻ അറിയില്ല. ആർക്ക്? കാന്തപുര ഉസ്താദിന്റെ മുറബ്ബിയായ ഷെയ്ഖിനിക്ക്. അങ്ങനെയാണല്ലോ സനദ് വായിച്ചപ്പോൾ പറഞ്ഞത്. കാന്തപുര ഉസ്താദിന്റെ മുറബ്ബിയായ ഷെയ്ഖാണ് ആര്? മുഹമ്മദ് ഇഖ്ബാൽ ജാലിവാല എന്നാണ് നമ്മുടെ സ്വപ്നജീവി പ്രസംഗിച്ചത്. ആ കാന്തപുര ഉസ്താദിന്റെ മുറബ്ബിയായ ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം ജിഷാൻമായി പെരുമ്പളുമായിട്ട് പങ്കുവെക്കുന്നു. അദ്ദേഹത്തിന് ഖുൽ ഹുവല്ലാഹു പോലും ഓതാൻ അറിയില്ല. ജിഷാമായി ചെന്നു, ജാലിവാലത്ത് പോയി മുടി കിട്ടി തിരിച്ചു പോരുന്ന സമയം ജിഷാമാഹിയോട് പിന്നെ ജാലിവാല പറഞ്ഞത്രേ, നീ എപ്പോഴും ഒരു 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതണം. പക്ഷെ പറഞ്ഞത് എങ്ങനെ അറിയോ? ഖുസ്വ അല്ലാഹു ഓതണം. ജിഷാമായി ചിന്തിച്ച് എന്താ സാധനം ഖുസ്വ അല്ലാഹ്. അപ്പൊ പൊന്മളത് കേട്ടപ്പോ പൊന്മള ചിരിച്ചുകൊണ്ട് എന്തേ പറഞ്ഞത്? പേരോടദ്രമാ സഖാഫിയുടെ ഉസ്താദായ കാന്തപുരം, ആ കാന്തപുരത്തിന്റെ ഷെയ്ഖും ഉസ്താദുമായ ഈ കാണുന്ന ജാലിവാല, ഇതാണ് ഉസ്താദിന്റെ ഷെയ്ഖ്. ഈ കാക്ക മലപ്പുറം കാക്കാരെ മാരിക്കൊരു കാക്ക. ഇയാളാണ് ഉസ്താദിന്റെ മുറബ്ബിയായ ഷെയ്ഖ്. ഈ ഷെയ്ഖിന് ഖുൽ ഹുവല്ലാഹു പോലും ഓതാൻ അറിയില്ല. എന്തേ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ പറയണ്ടേ ഞാനത് സമ്മതിച്ചിട്ടില്ല എന്ന് പറയണ്ടേ? ജിഷാമായി ചോദിക്ക പൊന്മുളയോട്, മർക്കസിലേക്ക് ജാലിവാരെന്ന് കൊണ്ടുവരുന്നത് കേട്ടു, ശരിയാണോ? പൊന്മുള ഇല്ലല്ലോ, കൊണ്ടില്ല. ഇപ്പൊ ജിഷാൻ പറയാണ്, അഥവാ കൊണ്ടുവരടി തന്നെ പ്ലാസ്റ്റർ ഇരുത്തിക്കൊണ്ട് മുണ്ടാ സമ്മതിക്കരുത്. എന്തെങ്കിലും വായിച്ചാൽ പറഞ്ഞു പോയാൽ നമുക്ക് ക്ഷീണം ചെയ്യും. പറയട്ടെ, വരുന്നുണ്ടോ ജാലിവാല? അതില്ല, അതൊന്നുമില്ല. അയാൾ അറിയാണ്ട് കൊണ്ടുവന്നോണ്ടാന്ന് ഞാൻ പറയാൻ. ഇപ്പൊ കൊണ്ടുവന്നാൽ തന്നെ അയാൾ തൽക്കാലം പ്ലാസ്റ്റർ ഇട്ട് തിരുത്തിയാൽ മതി. കാരണം മൂപ്പർക്ക് ഖുൽ ഹുവല്ലാഹു ഇതുവരെ ഓതാൻ അറിയില്ല. മൂപ്പരാണ് പൊന്മുള ചിരിയുള്ളത്. പൊന്മുള ചിരിക്ക ഏത് പറയുമ്പോ കാന്തപുരം ഉസ്താദിന്റെ മുറബ്ബിയായ ഷെയ്ഖായ ജാലിവാലക്ക് ഖുൽ ഹുവല്ലാഹു പോലും ഓതാൻ അറിയില്ല. പൊന്മുള ഇവരുടെ മുഷാവറുടെ നേതാവ്, ഇവരുടെ സെക്രട്ടറി കൂടിയായ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിം പൊട്ടിച്ചിരിക്കുക. പറയട്ടെ, നേരിട്ട് എന്നോട് പറഞ്ഞതാണ് ഒരു മോതിരം തന്നെ കുസുസാവ് ഓതണം. മൂപ്പർക്ക് അതിന്റെ മഹ്റജ് കുസുസാവ് ഓതണം എന്നോട് പറഞ്ഞു 3 വട്ടം. കണ്ടോ, കാന്തപുരത്തിന്റെ ഷെയ്ഖിന്റെ വിവരക്കേട് കേട്ടിട്ട് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിം പൊട്ടിച്ചിരിക്കുക. എന്നിട്ട് പൊന്മുള ചോദിക്കുക എന്തേ പറഞ്ഞു? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞുകൊണ്ടാ ജിഷാൻ ഒന്നുകൂടി വ്യക്തമായി കൊടുക്കുന്നുണ്ടോളൂ. ഒരു മോതിരം വെള്ളിത്തകടും തന്നിട്ട് ഞാനന്ന് ഉസ്താദിനോട് പിന്നെ കോളേജിൽ വന്നിട്ട് കാണിച്ചു തന്നിട്ടില്ലേ ഈ സാധനം? അത് എന്നോട് പറഞ്ഞ തകിട് മോതിരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ നമ്മളെ ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഒരാളെ തോളത്ത് തട്ടിയാല് നിങ്ങളെ ഉദ്ദേശം നടക്കും എന്ന് പറഞ്ഞു. ജാലിവാല ജിഷാമായോട് തിരിച്ചു വരുമ്പോൾ പുറത്തേ നിനക്കൊരു മോതിരം തരാം, ഈ മോതിരം നീ കയ്യിലിട്ടോണ്ടു, പിന്നെ നീ എപ്പോഴും ഖുൽ ഹുവല്ലാഹു ഓതണം. നിനക്ക് വല്ല പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ നിന്റെ ലക്ഷ്യ നിറവേറത്തിന് വേണ്ടി ഈ മോതിരം വിട്ടുകൊണ്ട് അയാളെ ശരീരത്തിൽ തട്ടിയാൽ നടക്കുന്നു പറഞ്ഞു. അപ്പൊ ജിഷാമായി അപ്പോ മനസ്സ് കരുതി തരുന്ന ലുലൂല് യൂസുഫ് അലി സാഹിബിന്റെ മോളെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുക ഈ മോതിരട്ടിട്ട്. എന്നിട്ട് സംഭവം അപ്പൊ ഞാൻ അന്ന് തമാശക്ക് വെച്ചേക്ക് ലൂലു മറ്റേ ഇതുണ്ടല്ലോ യൂസുഫ് അലി സാഹിബിന്റെ മോളെ കെട്ടണം നേട്ടം വിചാരിച്ചാല്
കണ്ടങ്ങള് SSFകാരാ, ഞങ്ങൾക്ക് മുതലായില്ലേ? ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങളെ ഉസ്താദിന്റെ ചിറു മതി, വേറെന്തിനാ തോനെ? ഇത് പോരെ? നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയുടെ ഈ പൊട്ടിച്ചിരി ആരെക്കുറിച്ചാ ചിരിക്കുന്നത്? നിങ്ങളുടെ അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ കാന്തപുരത്തിന്റെ മുറബ്ബിയ ഷെയ്ഖായ ജാലിവാലയുടെ വിവരക്കേട് കേട്ടിട്ട് പൊന്മുള അബ്ദുൽ ഖാസിനെ പൊട്ടിച്ചിരിക്കുന്നു. ഞങ്ങളെ കുറ്റക്കാര്? നാസർ ഫൈസി മുജാഹിദ് കുറ്റം? ഇതിന് മറുപടി പറയും ഞങ്ങള്. അതിന് നാസർ ഫൈസിനെ കേട്ട് കേട്ടുകാരില്ല. നാസർ ഫൈസിനെ കുറെ കണ്ട് പറഞ്ഞു. നാസർ ഫൈസിനുള്ള അടിച്ചു പൊളിച്ച് പറയല്ലോ, ഇവർക്ക് രക്ഷല്ലോ. അതിന് മറുപടി പറയും. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വരട്ടെ, ഞാൻ ജിഷാൻമായുമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ അടുത്താൾ രംഗത്ത് വരും. ആരാത്? ആരാ? മുഹമ്മദ് രാമന്തള്ളി. ആരാ രാമന്തള്ളി? കാന്തപുരത്തെ തള്ളിക്കളയാൻ കഴിയും രാമന്തള്ളിയെ? കാന്തപുരത്തിനെതിരിൽ ഹൈക്കോടതിയിൽ മുടി വിഷയത്തിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോ കാന്തപുരത്തിനെ സംരക്ഷിക്കാൻ കാന്തപുരത്തിന്റെ SYS കൂടെ ഉണ്ടായില്ല, SSF കൂടെ ഉണ്ടായില്ല, കാന്തപുരത്തിന്റെ മകനുണ്ടായില്ല, മരുമകനുണ്ടായില്ല. കക്ഷി ചേരാനുണ്ടായത് പാവം മുഹമ്മദ് രാമന്തള്ളിയാണ്. ഈ രാമന്തള്ളിയാണ്. രാമന്തള്ളി ഇപ്പോ ആ രാമന്തള്ളി പറയുന്നു, ഈ ക്ലിപ്പ്, ഏത് ക്ലിപ്പ്? പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ മുടിയെ തള്ളി പറയുന്ന ജാലിവാലയെ കുറ്റപ്പെടുന്ന ക്ലിപ്പ് എങ്ങാനും പൊന്മുള പറയാണ് എന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൊന്മുള വീട്ടിലേക്ക് വരാം. ആരാ പറയുന്നത്? നമ്മളല്ല. SKS ഒന്നും പറയണില്ല. രാമന്തള്ളി പറയുന്നു, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരാം, ഒരു പരസ്യമായ ഡിബേറ്റിന്റെ സംവാദം ഞാൻ തയ്യാറാണ്. പാണ്ഡിത്യം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ സംവാദം നടത്തുന്ന കഴിയില്ലെങ്കിലും ഇത് ക്ലിപ്പാണല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, കേരളത്തിൽ അറിയപ്പെട്ട ക്ലിപ്പൊക്കെ എഡിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ക്ലിപ്പ് മേക്കറെ ഞാൻ കൊണ്ടുവരാം, എഡിറ്റ് ചെയ്യാൻ നല്ലൊരു എഡിറ്ററെ ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് അവർ പറയട്ടെ, ഈ ശബ്ദം പൊന്മുള ഉസ്താദിന്റെ ശബ്ദമല്ലെന്ന് പറഞ്ഞാൽ ചാനലുകാരെ വിളിച്ചു വരുത്തിക്കോളൂ, പത്രക്കാരെ വിളിച്ചു വരുത്തിക്കോളൂ, പൊന്മുള ഉസ്താദിന്റെ കാൽക്കൽ വീടുകൊണ്ട് ഞാൻ മാപ്പ് പറയാം. പിറ്റേ ദിവസം ചാനൽ ആ ഫോട്ടോ വരട്ടെ. ഇത് രാമന്തലി ചാനലിൽ കൊടുത്തപ്പോ ചാനലിൽ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചോദിച്ചു, ഇങ്ങനെ രാമന്തലി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറല്ല. ഫോൺ വെച്ചു. ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നാസർ ഫൈസിയെയും ഹമീദ് ഫൈസിയെയും പറയുന്നതിന് പകരം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, ആ ഫോൺ ക്ലിപ്പുമായി കൊണ്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ആ സംഭാഷണമായിട്ട് ബന്ധമില്ല, ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയായിരുന്നു. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ നിങ്ങൾ ചെയ്യേണ്ടത് മരണപ്പെട്ടുപോയ തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വേദനിപ്പിക്കുന്നതിന് പകരം ആ ഉമ്മാനെ വേദനിപ്പിച്ചില്ലേ? ഉമ്മാനെ പറ്റിച്ചു എന്നുള്ള വേറെ കാര്യം, കബറിൽ കിടക്കുന്ന ഉമ്മാനെ വേദനിപ്പിച്ചു വിഷയം. പറയട്ടെ രാമന്തള്ളി. അബ്ദുൽ ഖാദർ മുസ്ലിയാർ നടത്തിയ നീ വേറെ ഇളം തലമുറക്കാർ രംഗത്തുവരാൻ കാത്തുന്നു. നൗഷാദ് ഹസനേക്ക് ദാ വരാനിരിക്കുന്നു. നമ്മളൊന്നും പറയണ്ട. നൗഷാദ് ഹസനി കാന്തപുരത്തിന്റെ എന്തും ന്യായീകരിച്ചിരുന്ന നൗഷാദ് ഹസനി ഇൻഷാ അല്ലാഹ് താമസം ദിന ഇതാ വരാനിരിക്കുന്നു. ഞങ്ങൾ വേദി വിട്ടുകൊടുക്കണമെന്നില്ല, ഞങ്ങളെ വേദി കൊണ്ടുവരുന്നില്ല, അവർ വേറെ കെട്ടി പറഞ്ഞോട്ടെ. നമ്മളൊന്നും പറയേണ്ടി വരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഓരോന്ന് പുറത്തേക്ക് വരാൻ പോവുകയാണ്. രാമന്തള്ളി പറയുന്നു, ഞാൻ മറുപടി പറഞ്ഞോളാം. പറയട്ടെ രാമന്തള്ളി. വിളിച്ചിരുന്നു നേരത്തെ. ഞാൻ അതൊരു സംവാദം നടത്താൻ ഒരിക്കലും ശരിയല്ല എന്ന് എനിക്കറിയാം. നമ്മൾ തമ്മിലുള്ള ആ ഏജിന്റെയും എല്ലാ പാണ്ഡിത്യത്തിന്റെ എല്ലാം പ്രശ്നമുണ്ട്. എന്നാലും സംവാദം അതല്ല വിഷയം. അദ്ദേഹം ആദ്യം ചാനലുകാർക്ക് കൊടുത്ത പിന്നെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞത്, പത്രക്കുറിപ്പിൽ പറഞ്ഞത്, പിന്നെ ഞാൻ ഈ വിഷയത്തിൽ പിന്നെ എന്തൊരു സംസാരിച്ചത് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കിയ ക്ലിപ്പാണ്. പത്രക്കാരെ സാന്നിധ്യത്തിൽ ആ ക്ലിപ്പ് വെച്ച് ചർച്ച ചെയ്യാനും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട്, എന്നോട് റിപ്പോർട്ടർ ചാനലുകാർ വിളിച്ചു ചോദിച്ചു എന്ത് പറയണം. നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഈ ക്ലിപ്പുകൾ വെച്ച് വിദഗ്ധരായ എഡിറ്റർമാരുടെയും മറ്റ് ഓൺലൈൻ വീഡിയോ എഡിറ്റർമാരുടെ സാന്നിധ്യത്തിൽ ഇത് ചെക്ക് ചെയ്യാം. അങ്ങനെ അത് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയതാണ്, അതിൽ നിന്ന് ഇടയിൽ കട്ടിങ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ചാനൽ ക്യാമറമാൻമാരുടെ മുന്നിൽ നിന്ന്
അവരുടെ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുന്നത് നിങ്ങൾ ദൃശ്യവൽക്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, അത് ഒറിജിനലാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇന്ന് അദ്ദേഹം വഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഓരോന്നും രാജിവെക്കണമെന്നവരെ ഞാൻ ആവശ്യപ്പെട്ടു. അവരത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ റെഡിയില്ല എന്നൊന്ന് ഫോൺ കട്ട് ചെയ്ത് പോയി. കണ്ടോ എന്തേ പറഞ്ഞത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കാൽക്കൽ വീണ് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണെന്ന് രാമന്തൽ തയ്യാറാകുന്നു. അതല്ല, രാമന്തൽ പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറുണ്ടോ? ഇതിനല്ലേ മറുപടി വരേണ്ടത്? ഇതിനല്ലേ ഇവർ മറുപടി വരേണ്ടത്? നോക്കൂ നിങ്ങൾ, എത്ര ആളുകളെ ഇതിന്റെ പേരിൽ പറ്റിച്ച് കാശുണ്ടാക്കിയത്. മറ്റുള്ളവരുടെ മുടി വ്യാപകമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ആര് ഇത് കൊണ്ടുവരുന്ന? ഹസർജി. അയാൾ പുറം ലോകത്തൊക്കെ വ്യാപകമായിട്ട് മുടി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വിദേശ രാജ്യങ്ങൾക്ക് അയാളെ പരിപാടി എന്താ? എല്ലാവരും വിളിച്ചുകൂട്ടിയിട്ട് പറയാ, കണ്ടോ ഇങ്ങനെ മുടിയുണ്ട്, ഇത് ലോക പണ്ഡിതന്മാർ അംഗീകരിച്ച മുടിയാണ് പറഞ്ഞിട്ട് അത് വ്യാപകമായിട്ട് കച്ചവടം നടക്കുക. ഒരു നഫീസ എന്ന് പറയുന്ന നർത്തയ്ക്ക് ഹസർജി മുടി കൊടുക്കുന്ന രംഗം കാണുന്നു നിങ്ങൾ. والله يشهد عليه ويراه قال الله تعالى سميع عليم ولله رب العالمين على سيدنا ومولانا رسل المكرمين وآله الشهود. شيخ نفيسة تقبلين تحمل الأمانة وحفظها؟ تثبيت. ഹസർജി മുടി കൊടുക്കുക. ആർക്കാ കൊടുക്കുന്നത്? ഒരു താത്താക്ക്. أدعو لي حملها الإنسان لكن نسأل الله أن لا أكون ظلوما ولا جهولا. الله أكبر الله أكبر الله أكبر ما شاء الله اللهم صل على سيدنا النبي. മുടിയും ആലിങ്ങനൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. കാരണം ഉസ്താദിന് തന്നെ ഇതൊക്കെ ഇജാസത്ത് കിട്ടിയിരിക്കുന്നത്, അതുണ്ടായിട്ടെങ്കിലും അത്ഭുതമുള്ളൂ. എല്ലാം തകൃതിയായിട്ട് മറ്റാൾ അപ്പുറത്ത് കച്ചവടം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതേതാ മുടി? ഇതും ഇവിടുന്ന് പോയത് ഏത്? ഈ കുസുവല്ലാതെ ഇജാസത്ത് കൊടുക്കുന്ന ജാലിവാന്റെ മുടി. അവിടെ ആർക്കും മുടി കിട്ടല്ലേ? എത്ര മുടിയാണ് തരും? നിഷാമായി പോയപ്പോ നിഷാമായി മുടി ചോദിച്ചപ്പോ അദ്ദേഹത്തിന് 18 മുടിയാ കൊടുത്തു. 18 നിഷാമായി പറയാ, അരി വാരിട്ട് തരുമ്പോൾ എനിക്ക് മുടി വാരിട്ടെന്നാണ്. അരി വാരിട്ട് തരുമ്പോലെ. എന്നിട്ട് ഞാനത് പോയിട്ട് ഒഴിഞ്ഞിരുന്ന് എണ്ണി വെക്കുമ്പോൾ 18 മുടിയുണ്ട്. അപ്പൊ കാന്തപുരത്തിനേക്കാൾ കൂടുതൽ മുടിയുള്ള ആളാരാ? നിഷാമാഹിയ. നമുക്ക് 7 കിട്ടി, കാന്തപുരത്തിന് 3 കിട്ടി, നിഷാമായിക്ക് 18 മുടി കിട്ടി. കേട്ടോളൂ നിങ്ങൾ. നിഷാമായി പറയട്ടെ. പറഞ്ഞു, ഞാൻ എന്റെ ഹൃദയം പൊട്ടിപ്പോ, ഇവിടെ വന്നിട്ട് നിങ്ങൾ എനിക്ക് മുടി തരാണ്ട് പോയാൽ എനിക്കാകെ വിഷമമാകും എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു ഞാൻ മുടികൾ തരാം. കുറച്ച് മുടികൾ അരിയൊക്കെ വാരിയിരുന്നത് പോലെ വാരിയിട്ടു. ആ വാരിയിട്ട തോർത്തുമായി ഞാൻ അൽഹംദുലില്ലാഹ് നന്നായി ചുറ്റിക്കൊണ്ട് നേരെ പള്ളിയിലേക്ക് ബഷീർ ബാക്കറിയും അതുപോലെ തന്നെ അബ്ദുൽ നസീർ അസീറിയുമുള്ള വഴിയിലേക്ക് പോയപ്പോ 18 മുടികളാണ് എനിക്ക് കിട്ടിയത്. കണ്ടോ പറയാണ്, ഞാൻ ജാലിവാനോട് പറഞ്ഞു, എനിക്ക് ബാബാ മുടി തന്നേ പറ്റൂ. ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോ, കാരണം ഇവിടെ വിളിച്ചു പറഞ്ഞു മുടി കൊടുക്കരുത്. പക്ഷെ ജാലിവാല ആദ്യത്തിന്റെ പൈസ വാങ്ങി വെച്ചു കഴിഞ്ഞു, പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പറഞ്ഞു, നിനക്ക് തരാൻ ആരോടും പറയരുത്. അങ്ങനെ വാരിട്ടൊന്നു മുടി റസൂലുള്ളാഹിന്റെ തിരുമുടി വാരിക്കോരി കൊടുക്കുക. അങ്ങനെ ഞാൻ കിട്ടിയ തോർത്തുമുണ്ടുമായിട്ട് നേരെ പോയി കാന്തപുരത്തിന്റെ സ്വന്തം ആള് ബഷീർ ബാക്കവി ജോലി ചെയ്യുന്ന പള്ളിയിലേക്ക്, ബോംബെയിലെ പള്ളി. അവിടെ ചെന്ന് ഞാൻ തോർത്തുമുണ്ട് തുറന്നു നോക്കുമ്പോ എണ്ണി നോക്കുമ്പോ 18 മുടിയുണ്ട്. 18 മുടി. നോക്ക് നിങ്ങൾ, ഒരു പ്രയാസം ഇഷ്ടം പോലെ മുടി വാരിക്കോരി കൊടുക്കുന്നു ജാലിവാല. ഇതൊക്കെ എങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് പറയാൻ കഴിയുക? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് പേടിയുള്ളവരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കുക. ആ 18 മുടിയുമായി കൊണ്ട് ദിശാമായി നേരെ ചെല്ലുന്നു പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയുടെ അടുക്കലേക്ക്, പേരോട് അബ്ദുൽ സഖാഫിന്റെ അടുക്കലേക്ക്. പേരോടിനോട് പറയുന്നു, എനിക്കും കിട്ടിയിട്ടുണ്ട് മുടി. അപ്പൊ നമുക്കത് മനസ്സിലാക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോ പേരോട് അബ്ദുൽ സഖാഫിന്റെ മറുപടി, ജിഷാനെ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നമ്മുടെ സംഘടനക്ക് ബാധിക്കുന്നത് കൊണ്ട് നീ പുറത്തു പറയരുത്. ഇതൊക്കെ വ്യാജമാണെന്ന് എല്ലാവർക്കും അറിയാം. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കറിയാം, ജിഷാമായിക്കറിയാം, രാമന്തലിക്കറിയാം, നൗഷാദ് ഹസനിക്കറിയാം, പേരോട് സഖാഫിക്കറിയാം, സാക്ഷാൽ കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാർക്കും അറിയാം. ഈ മുടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശവുമായി കൊണ്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. എല്ലാവർക്കും അറിയണ കാര്യമാണ്.
അറിയാത്തത് കൊണ്ടല്ല, പിന്നെയോ ആളുകളെ പറ്റിക്കുക, പരമാവധി കാശുണ്ടാക്കുക. ആലോചിച്ചു ദിശാമായി പറയട്ടെ കാര്യം. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ്. അങ്ങനെ ബോംബെയിൽ നിന്ന് ഈ പിറ്റേ ദിവസം ഈ സാധുവായ ഞാനും അബ്ദുൽ നസീർ അസീരിയും ഫ്ലൈറ്റിൽ തന്നെ എവിടത്തേക്ക് നാട്ടിലേക്ക് കരിപ്പൂര് 8 മണിക്കാണ് 8 മണിക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ രണ്ടാളും വീട്ടിലേക്ക് പോയി. അങ്ങനെ യാത്രാമധ്യേ ബഹുമാനപ്പെട്ട, ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സുകൾ മനസ്സിലാക്കണം, അങ്ങനെ പൊന്മള ഉസ്താദിനോട് വിളിച്ചു, വിഷയങ്ങൾ പറഞ്ഞു. പൊന്മള ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, രാവിലെ ഇവിടെ വന്നോളൂ, സുബഹി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എന്റെ സ്ഥാപനത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിരാവിലെ തന്നെ മാഹിയിൽ നിന്ന് ഞാൻ പിറ്റേ ദിവസം, അതായത് ജാലിയൻവാലയിൽ നിന്ന് മുടി കിട്ടി കേരളത്തിൽ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ പോയി സന്ദർശിച്ചു. അങ്ങനെ ഉസ്താദ് റൂം അടച്ചുകൊണ്ട് ആദ്യത്തെ 45ഓളം മിനിറ്റ് സാധുവായ ഞാനും പൊന്മള ഉസ്താദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അസീരിയും അവിടെ കടന്നു വന്നു. അങ്ങനെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പൊന്മള ഉസ്താദ് കേൾക്കുകയും ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ ഈ 18 മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 18 മുടി കിട്ടിയ കാര്യം പറഞ്ഞപ്പോ പൊന്മള ഉസ്താദ് പറഞ്ഞെന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിൽ എന്താ പറയണ്ടത്? അൽഹംദുലില്ലാ അൽഫ മറ എന്നല്ല പറയേണ്ടത്. മോനെ, നിനക്ക് 18 കിട്ടിയല്ലോ, നീ ഭാഗ്യവാനാണ്, സൗഭാഗ്യത്തിന്റെ ഉടമയാണ് അല്ലേ പൊന്മള പറയേണ്ടത്? പൊന്മള കഥയൊക്കെ കേട്ടിട്ട് ജിഷാനോട് പറഞ്ഞു, മോനെ ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കറിയാം, ഇത് തട്ടിപ്പാണ്, ഇത് വ്യാജമാണ്. ഇനി മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മുടിക്ക് നമ്മൾ സനത് ചോദിച്ചപ്പോൾ കാന്തപുരം എ പി മുസ്ലിയാർ എന്താ ചെയ്തത്? കോട്ടക്കൽ വെച്ചുകൊണ്ടൊരു സനത് വായിച്ചു. കോട്ടക്കൽ വെച്ചുകൊണ്ടൊരു സനത് വായിച്ചു. ഏത് സനത? അതെന്തായിരുന്നു സനത്? അത് നിർമ്മിതമായ സനതായിരുന്നു. നമ്മൾ പറഞ്ഞു, ഒരു മുടി വരുമ്പോൾ അതിന് കൈമാറ്റ പരമ്പര വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാൾ കൊടുത്തു, അദ്ദേഹം ഇന്നാൾ കൊടുത്തു, അദ്ദേഹം ഇന്നാൾ കൊടുത്തു, അദ്ദേഹം ഇന്നാൾ, ഇങ്ങനെ കൈമാറി ഒരു പരമ്പര വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിനൊരു പരമ്പര വായിച്ചു കോട്ടക്കിൽ നിന്ന്. ഏതായിരുന്നു പരമ്പര? അത് ഖാദിരിയ തരീഖത്തിന്റെ മശായിഖന്മാരുടെ സിൽസിലയായിരുന്നു. നമ്മൾ അന്നേ പറഞ്ഞു ഇത് ഖാദിരിയ തരീഖത്തിലെ മശായിഖന്മാരുടെ സിൽസിലയാണ്, ആ പരമ്പരയാണ് വായിച്ചിരിക്കുന്നത്. ഇപ്പോ ഖാദിരിയ തരീഖത്തിന്റെ ദിക്റുകൾ, മുഹിദ്ദീൻ ഷെയ്ഖ് ഇന്നാൾക്ക് ദിക്ർ കൊടുത്തു, ആ മഹാൻ ഇന്നാൾക്ക് ദിക്ർ കൊടുത്തു, ആ മഹാൻ ഇന്നാൾ കൊടുത്തു. അങ്ങനെ ഖാദിരിയാക്കൾ, ഖാദിരി ഇങ്ങനെ പേരുള്ള കുറെ മഹാന്മാർ ദിക്ർ കൊടുത്ത, ഖാദിരിയ തരീഖത്തിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടുള്ള ആ മഹാന്മാർ കൊടുത്ത ദിക്ർ കൊടുത്ത ആളുകളെ പേര് എഴുതി വെച്ചതിന്റെ താഴെ ഇവരെന്ത് ചെയ്തു? മുഹമ്മദ് ഇക്ബാൽ ജാലിവാൻ എഴുതി വെച്ചു. അതിന്റെ താഴെ കാന്തപുരം എ പി അബൂബക്കർ ഹുസൈൻ എഴുതി വെച്ചു. എന്നിട്ട് കോട്ടക്കൽ വെച്ചുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ ഹുസൈൻ അത് വായിക്കുകയും ചെയ്തു. കേൾക്കും നിങ്ങൾ വായിക്കുന്നത്? മൗലാന ഇഖ്ബാൽ വലി ജാലിയൻവാല. കാന്തപുരത്തിന് നൽകിയ ആള്, ജാലിവാലക്ക് നൽകിയ ആളോ? പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, كميل الدين حيدر عفيف قادري، محمد عماد الدين القادري، امير الله ابو العطاء السيد القادري، عفيف حسن القادري، حيدر سليمان السيد كريم الدين القادري، ابو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الاقطاب الشيخ محي الدين عبد القادر الجيلاني. മുഹിദ്ദീൻ ഷെയ്ഖിലൂടെ ഈ മുടി വന്നത്, നീ അമ്മുവിന്റെ മുടിയേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നുള്ളത്. ഈ മുടി വരുന്നത് മുഹിദ്ദീൻ ഷെയ്ഖിലൂടെ വന്ന് കാന്തപുരത്തിന്റെ ഷെയ്ഖായ മുറബ്ബിയ ഷെയ്ഖായ ഇയാളിലേക്ക് എത്തി, ജാലിവാലിലേക്ക് എത്തി. ജാലിവാല ശിക്ഷനും മുരീദുമായി കാന്തപുരത്തിന് നൽകി. ഇനി നേരെ തിരിച്ച് ഇത് പറയുന്നുണ്ട് ആര്? നമ്മളെ പകര സ്വപ്നജീവി പകര പറയുന്ന കേട്ടോളൂ. റസൂലുള്ളാഹി ഇന്നാൾ കൊടുത്തു, അദ്ദേഹം ഇന്നാൾ കൊടുത്തു, അദ്ദേഹം ഇന്നാൾ കൊടുത്തു. അങ്ങനെ വന്ന് മഹാനായ മുഹമ്മദ് ഇക്ബാൽ ജാലാവാലക്ക് കിട്ടി. ഒരു ജാലിവാല എന്നല്ല പറഞ്ഞത്, ജാലാവാല എന്നാണ്. ജാലാവാല കിട്ടി. ജാലാവാല അദ്ദേഹത്തിന്റെ ശിക്ഷനും മുരീദുമായ കാന്തപുരത്തിന് കൊടുത്തു. ജാലിവാലിന്റെ ശിക്ഷനാണ്, മുരീദാണത്ര ആര്? കാന്തപുരം എ പി മുസ്ലിയാർ. ജാലിവാലിന്റെ പ്രത്യേകത എന്താ? ഖുൽ വല്ലാഹു പോലും ഓതാൻ അറിയില്ല. അവന് ശിക്ഷന്റെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ.
ഇതൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ, അവര് പറഞ്ഞത് നമ്മൾ കേൾപ്പിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സ്ഥലം നിർമ്മിച്ചുണ്ടാക്കി, ഇത് വായിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. കേൾക്കും നിങ്ങൾ, ആരാണ് പറയുന്നത്? അടുത്ത് പറയുന്നത് ഇവരെ കൂട്ടത്തില് നമ്മളെപ്പോഴും കേട്ടിരുന്ന ഒരു സ്വപ്നജീവി ഉണ്ടല്ലോ. ഇപ്പൊ അയാളിപ്പോ സ്വപ്നം കാണാത്തതുകൊണ്ടല്ല, പറയണ്ടെന്നുള്ള നിർദ്ദേശം കൊണ്ടല്ല ഇപ്പൊ സ്വപ്നം പറയാറില്ല. അടുത്ത് കൊണ്ടോട്ടിന്ന് പ്രസംഗിച്ചു, ഒരുപാട് സ്വപ്നം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ പറയണമെന്നുണ്ട് ഉസ്താദ്, ഇപ്പൊ പറയരുതെന്നുണ്ട്, പറയാതിരിക്കണം. ഒരുപാട് സ്വപ്നം ഇവർ കണ്ടല്ലോ. റസൂലുള്ളാഹിനെ കാണെങ്കിൽ കാന്തൂർ സ്ഥാനം ടിക്കറ്റ് കിട്ടണമെന്നൊക്കെ പറഞ്ഞ ആളാ. ആൾ പറയുന്നത് കേട്ടുള്ളൂ. കുട്ടികളെ തക്ബീർ ചൊല്ലിയാണ് പാസാക്കി. ആര്? മുഹമ്മദ് ഇക്ബാൽ ജാലാവാലന്റെ ശിഷ്യനും മുരീദുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൊടുത്തു. അയാളൊരു ആവേശം കൊണ്ട് ഒന്നിനും കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ആവേശം കൊണ്ട് ഒരു ചാടുന്ന കണ്ടേ. എവിടെ ഷെയ്ഖ്? എവിടെ ഷെയ്ഖ്? ഇതായിരിക്കുന്നു. മുരീദോടെ 1 നമ്പർ തട്ടിപ്പുകാരൻ മുരീദും നല്ല ഉഷാറായിട്ടുണ്ട്. ഇവിടെ ആലോചിച്ച് നോക്കുന്നത് എന്താണ് ഈ കേൾക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കുക. അപ്പൊ ഖാദിരിയ തരീഖത്തിന്റെ മശായിഖന്മാരുടെ പേരിന്റെ അടിയിൽ 2 പേര് കൂട്ടിച്ചേർത്ത് സിൽസില ഉണ്ടാക്കി, സനദുണ്ടാക്കി. അത് ഇവർ തുറന്ന് സംഭവിച്ചല്ലോ. നമ്മൾ പറഞ്ഞു അന്ന് സനദ് ഉണ്ടാക്കിയപ്പോ എന്താ പറഞ്ഞറിയോ? വഹാബ് സഖാഫി മുമ്പാട് പറഞ്ഞവരോ, അല്ലെങ്കിലും സനദ് ഉണ്ടാക്കാനല്ലേ ചെയ്യാ, സനദ് ഉണ്ടാകുമോന്ന്. കൂട്ടരെ സനദ് ഉണ്ടാക്കേണ്ടതില്ല. ഇപ്പൊ ഞാൻ സാധനം മൈദാജി കൊടുത്തു, മൈദാജി ദാരിമി കൊടുത്തു, ദാരിമി യമാനി കൊടുത്തു, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പരമ്പര ഉണ്ടാവും, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവര് പറഞ്ഞു കാന്തൂർ സ്ഥാനം മുടി ഉണ്ടാക്കാൻ കഴിയെങ്കിൽ എന്താ സനദ് ഉണ്ടാക്കാൻ എന്താ കുഴപ്പമെന്ന് ചോദിച്ചത്. പരസ്യമായിട്ട് സമ്മതിക്കണോട്ടുള്ളൂ. ആരാണ്? ഇവരെ കൂട്ടത്തിലെ ഒരു വലിയ സക്കാഫിയാണ്, ഒരു വായാടി സക്കാഫി എന്നവരെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന സക്കാഫിയാണ്. നമ്മൾ പേരിട്ടതല്ല, അവരെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടിട്ട പേരാണ്. ഇൻഷാ അല്ലാഹ് അയാളൊക്കെ താമസം വിന തിരിച്ചു പറയുന്ന കാലം കാത്തിരിക്കാൻ നമുക്ക്. പറയട്ടെ, മുടി ഉണ്ടാക്കി ഏപ്പിക്ക് സനത് ഉണ്ടാക്കാൻ വെക്കൂലേ? എങ്ങനെ ഉണ്ടാക്കാൻ വെക്കും? സനത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കൽ തന്നെയാണ്, അല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കും. കണ്ടോള്, മുടി സനത് ഉണ്ടാക്കാൻ ചെയ്യാൻ. ആരാ സനത് ഉണ്ടാക്കിയത്? സനത് ഉണ്ടാക്കിയത് മർക്കസ് സഖാഫത്ത് സുന്നിയിലെ മജീദ് മുസ്ലിയാരാണ്. ഇത് ദൃക്സാക്ഷികളാണ്. ആര്? മലയമ്മ സഖാഫിനെ കൂട്ടുന്ന ആളാണ് പാലക്കാട് ജില്ലക്കാരനായ വല്ലപ്പുഴ സ്വദേശിയായ സാലിഹ് സഖാഫി. ഇതല്ലേ നമ്മൾ കാര്യമായിട്ട് ഉന്നയിച്ച മറ്റൊരു വിഷയം. എന്തേ പൂനൂര് സമ്മേളനത്തിൽ മറുപടി പറയാതിരുന്നത്? എന്തേ പൂനൂരിന് മറുപടി പറയാതിരുന്നത്? ഞാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നു, മറുപടി അറിയുമ്പോൾ നമുക്ക് കാണേണ്ടതുണ്ട്. സാരി സഖാഫിയാണ് ഇത് ഉണ്ടാക്കിയത്. മലയമ്മ സഖാഫി തുറന്നു പറഞ്ഞു, ഈ വേദന സഹിക്കയ്യാഞ്ഞിട്ട്. എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ മുടി വന്നത് 45ഓളം ഖാദിരിയ തരീഖത്തിലെ അത്യുന്നതരായ മശായിഖന്മാരിലൂടെയാണ്. ഈ മശായിഖന്മാരെ പോലും പ്രതിപട്ടികയിൽ ചേർത്തിയില്ലേ? ആ മശായിഖന്മാർ നാളെ മഹ്ശറിൽ വരില്ലേ? ചോദ്യം ചെയ്യൂലേ? എന്ത് മറുപടി പറയേണ്ടി വരും? ഇത് മനസ്സിലാക്കിയ മലയമ്മ സഖാഫി അവിടുന്ന് രാജിവെച്ചു, SKSF-ൽ ചേർന്നു. സാരി സഖാഫി വേദന സഹിക്കയ്യാഞ്ഞിട്ട് നാട് വിട്ടു, കേരളം വിട്ടു. അയാൾ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യാണ്. ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന സാരി സഖാഫിയെ നിഷാനുമായി ഫോൺ വിളിച്ച് ചോദിച്ചു, അല്ല സാരി സഖാഫി, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറ്റബോധം ഉണ്ടായില്ലേ? സാരി സഖാഫിന്റെ മറുപടി, മർക്കസിലല്ലെങ്കിലും അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ഒക്കെ നേരെ എതിരായിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ പള്ളപ്രശ്നം, ഞാൻ ഉസ്താദിന്റെ PA ആയിട്ട് നടക്കുന്ന കാലഘട്ടമാണ്, ഉസ്താദുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാനൊന്നും തുറന്നു പറയാതിരുന്നത്. എന്ത്
പള്ളപ്രശ്നത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് തുറന്നു പറയാറുണ്ട്. ജിഷാനെ നീ ആത്മാർത്ഥമായി വിളിച്ചതുകൊണ്ട് നിന്നോട് ഞാൻ തുറന്നു പറയുകയാണ്. സാരി സഖാഫിയാര കാന്തപുരത്തിന്റെ പി ആയിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. എന്ത് പൂനൂർ വെച്ചിട്ട് കാന്തപുര പി ബുക്കുംസിലെ പ്രസംഗിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മുണ്ടിയില്ല, പേരോട് ഒരു അക്ഷരം മുണ്ടിയില്ല, പൊന്മളത്തിൽ മുണ്ടിയില്ല. കാര്യമായിട്ട് നമ്മുടെ നേതാക്കന്മാരെ കുറെ തെറി പറഞ്ഞു. അതിൽ കവിഞ്ഞ് എന്തേ പൂനൂരുണ്ടായത്? കേട്ടോളൂ, പറയട്ടെ. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഷെയർ മുബാറക്ക എന്ന് പറയാൻ അതിന് സെനദിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ പിന്നെ ഈ 45 ആളുകൾ നാളെ മത്സരയിൽ നമുക്കിതിരെ സാക്ഷി എന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങളെന്താ ചെയ്യാന്നല്ലേ നമ്മളെന്താ ചെയ്യാ? 45 മശായിഖ്മാർ നാളെ മഹ്ശറിൽ വരില്ലേ സാരി സഖാഫി? അവർക്കെതിരിൽ ഇല്ലാത്തൊരു ആരോപണങ്ങൾ ഉണ്ടാക്കിയില്ലേ? അവരാണ് മുടി കൈമാറിത്തതെന്ന് പറഞ്ഞാൽ നാളെ മഹ്ശറിൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? സാരി സഖാഫി പറഞ്ഞ എന്താ പറയാ? ഒന്നും പറയാൻ കഴിയില്ല. കേട്ടോളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല മോനെ. ആര് പറയുന്നു? സാലി സഖാഫി പറയുന്നു. പറയട്ടെ. പ്രത്യേകിച്ച് ഇൽമുള്ള ആളുകളാകുമ്പോ ആ വിഷയത്തിൽ ആഹൃത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത ഉള്ള പ്രവർത്തനം ചെയ്യണ്ടല്ലേ? ഇൽമുള്ള ആളുകളാകുമ്പോ പരലോകത്തിനെ കുറിച്ച് ആഹൃത്തിനെ കുറിച്ച് ചിന്തയുള്ള വിഷയങ്ങളല്ലേ ചെയ്യേണ്ടത്? സാരി സഖാഫിന് മറുപടി ഇട്ടോളൂ. മോനെ, അവിടെയുള്ള ഇൽമുള്ളവർക്കൊന്നും പരലോക വിശ്വാസമല്ല, ദൈവ വിശ്വാസമല്ല. എവിടെയുള്ള മർക്കസ് സഖാഫത്ത് സുന്നിയിൽ ജോലി ചെയ്യുന്ന ആലിമീങ്ങൾക്ക് പടച്ചോനിൽ വിശ്വാസമില്ല. പറയുന്നത് ആരാ? കാന്തപുരത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി, കാന്തപുരത്തിന്റെ സ്വന്തം ആള്. ഇന്നും അദ്ദേഹം SSFന്റെ പക്ഷത്താ, നമ്മുടെ പക്ഷത്തല്ല. അദ്ദേഹത്തിന്റെ പെങ്ങള മകൻ നമ്മുടെ SKSFന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു ജെയിംസ് സലാഹുദ്ദീൻ ഫൈസി. ഇയാൾ ഇന്നും കാന്തപുരത്തിന്റെ ആളാണ്. ഞാൻ ഈ ക്ലിപ്പ് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ട് ഞങ്ങൾ കേൾപ്പിച്ചു. ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്ന് വരെ. പറയട്ടെ സാരി സഖാഫി. മകനെ ഇൽമുള്ള ആളുകൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൽമുള്ള ആളുകൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അന്ന് വേണ്ടിയിരുന്നു. അതായത് പല വിഷയങ്ങളും മാർക്കസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ ചിലപ്പോ നമ്മളൊക്കെ പ്രശ്നം കണ്ടോ? എന്ത് പല വിഷയങ്ങളും മാർക്കസിൽ തുറന്നു പറയാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് നമ്മളെ പള്ളപ്രശ്നം. ഒന്നുകൂടി കളിപ്പിക്കാൻ ഭാഗം. ജോലി ചെയ്യുന്ന സമയത്ത് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ ചിലപ്പോ നമ്മളൊക്കെ പ്രശ്നം കണ്ടോ? പള്ളപ്രശ്നം ഞങ്ങളുടെ പള്ളപ്രശ്നമായിരുന്നു. ഞങ്ങൾ തുറന്നു പറയാത്ത ഞങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പാണ്. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്റ്റേജിലൂടെ മൈക്കിലൂടെ ഇത് തുറന്നു പറയാത്തത് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പള്ളപ്രശ്നമാണ്. ഒരു സംശയമില്ലേ? അല്ലെങ്കിൽ പൊന്മുള പറയണ്ടേ ഞാൻ അങ്ങനെ ഫോൺ വിളിച്ചിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, തെളിയിക്കാൻ തയ്യാറാണ്. പറഞ്ഞില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? പള്ളപ്രശ്നം. പറയട്ടെ. സാരി സഖാഫി പറയുന്നു, ഞാൻ മർക്കസിൽ ജോലി ചെയ്യുമ്പോൾ ഉന്നതമായ സ്ഥാനത്തായിരുന്നു, വലിയ ശമ്പളമാണ് എനിക്ക് കിട്ടിയിരുന്നത്. ആ സമയത്ത് തുറന്നു പറയാൻ മടിയായിരുന്നു. ആത്മാർത്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. കേട്ടോളൂ. ഞാൻ പറഞ്ഞാല് അന്ന് മർക്കസില് സഖാഫികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ശമ്പളമൊന്നും പുറത്തു പോയാൽ കിട്ടില്ല. അപ്പൊ ആത്മാർത്ഥ ഇല്ലാത്ത അങ്ങനെ തന്നെ നിങ്ങളോട് തുറന്നു പറയുന്നു. ആത്മാർത്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തുറന്നു പറയാണ്. ആർക്ക്? മർക്കസിലെ ഉസ്താദായിരുന്നു അദ്ദേഹം പറയാം ഞങ്ങൾക്കൊന്നും ആത്മാർത്ഥ ഉണ്ടായിരുന്നില്ല. ഇനി അദ്ദേഹം പറയും മർക്കസിനോട് ഇവിടെ പറഞ്ഞ് ഗൾഫ് രാജ്യങ്ങളെ അന്തവാസം ജീവിക്കുക. ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടാണ് ഈ വിഷമങ്ങൾ സഹിക്കുകയാഞ്ഞിട്ട് ഒരുപാട് കൂട്ടുന്നില്ലേ? ഈ വേദനയും താണ്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ അതൊന്നും കേൾപ്പിക്കുന്നില്ല. സമയത്തിന്റെ പരിമിതി പരിഗണിച്ച് പ്രധാന ഭാഗം മാത്രം കേൾപ്പിച്ചു പോവുകയാണ്. ഒരുപാട് കേൾപ്പിക്കാനുണ്ട്. നമ്മൾ സമയം കൂടി പരിഗണിക്കണമല്ലോ. ഈ വിഷയത്തിൻ്റെയൊക്കെ സാന്ദർഭമായിട്ട് നിർത്തുന്നു. ഈ വിഷയങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന ക്ലിപ്പിംഗ് സഹിതമുള്ള CD ഒരു കോപ്പി നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. നിങ്ങൾ ഓരോന്നൊരു കോപ്പി സ്വീകരിക്കണം. ഓരോ കോപ്പി നിങ്ങൾ കൈപ്പറ്റി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളത് കോപ്പി എടുത്തിട്ട് നിങ്ങളെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന SSFന്റെ സഹോദരന്മാരെ, കാന്തപുര ഭാഗത്തെ സഹോദരന്മാർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരെ
കാണട്ടെ, കേൾക്കട്ടെ. പടച്ചവനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ, അല്പം പേടിയുണ്ടെങ്കിൽ തിരിച്ചു വരും, സംശയമില്ല. ക്ലിപ്പിംഗ് സഹിതമുള്ള സീഡിയാണ്. ഓരോ കോപ്പി ഓരോരുത്തർ കൈപ്പറ്റുന്നു വന്ന് സാന്ദർഭ്യം കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞുകൊണ്ട് സാലിഹ് സഖാഫി പറയുന്നു, ഈ സനദ് നിർമ്മിച്ചുണ്ടാക്കിയ സനദ. ഇത് നമ്മളെന്ന് പറഞ്ഞപ്പോ